ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ സ്തുതിക്കില്ലേ? അപ്പോൾ കൺവെൻഷനാണ്, 3 ദിവസത്തെ കൺവെൻഷൻ. ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾ സ്തുതിക്കില്ലേ? അവർ പറഞ്ഞു ഓ. അപ്പം ഞങ്ങൾ ഈ അങ്കമാലിക്കാരെ അധികം ഓ പറയാറില്ല. ഞങ്ങളുടെ നാട്ടിൽ ഓ എന്ന് പറഞ്ഞാൽ വേറെ അർത്ഥമാണ്. ഞങ്ങളുടെ നാട്ടിൽ ഓ എന്ന് പറഞ്ഞാൽ ഓ, അർത്ഥം മാറി. ഞങ്ങളുടെ നാട്ടിൽ അർത്ഥം മാറി. അപ്പം ഞങ്ങൾ അങ്ങനെ ഓ ഉപയോഗിക്കുക. അപ്പം ഞാൻ ഈ തിരുവനന്തപുരത്ത് എന്നിട്ട് കൺവെൻഷനൊക്കെ ആയതുകൊണ്ട് കൈ പൊക്കി ഹല്ലേലൂയ പറയലൊക്കെ ഉണ്ടല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങളൊന്ന് സ്തുതിക്കില്ലേ? അവർ പറഞ്ഞു ഓ. അപ്പം ഞാനാണെങ്കിൽ അത്യാവശ്യം നാണമാനില്ലാത്തൊരു സാധനമാണ്. അപ്പം ഞാനിങ്ങനെ നിൽക്കുക. അപ്പോൾ പിന്നെയും ചോദിച്ചു, നിങ്ങൾ കരങ്ങൾ ഉയർത്തി സ്തുതിക്കില്ലേ? അപ്പോഴും പറഞ്ഞു ഓ. കൈ പൊക്കില്ലേ? കൈ പൊക്കണില്ല. അപ്പോഴും പറയാം ഓ. ഉച്ചസ്വരത്തിൽ ഹല്ലേലൂയ പറയില്ലേ? അപ്പോഴും പറഞ്ഞു ഓ. ഈ ഓ എന്ന് പറയുന്നല്ലാതെ ചെയ്യുന്നില്ല. അവസാനം അവിടുത്തെ കൊച്ചച്ഛൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, അപ്പോൾ വലിയൊരു പള്ളിയാണ്. അപ്പോൾ ഈ കൊച്ചച്ഛൻ വന്നിട്ട് എന്നോട് ചോദിച്ചു, ജിനുവച്ചാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഞാൻ ചോദിച്ചു, ഈ സാധനങ്ങൾ എന്ത് എല്ലാത്തിനെയും ഓ എന്ന് പറയണേ? അപ്പോൾ ഈ അച്ഛൻ പറഞ്ഞു, എൻ്റെ പൊന്നച്ച, ഇവിടെ എസ് എന്ന് പറയണതിന് തുല്യമാണ് എന്ത് ഓ. അപ്പോൾ ഭാഷയ്ക്ക് ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പം ഞാൻ എന്തെങ്കിലും പറഞ്ഞത് ഇവിടെ ഏതെങ്കിലും ഭാഷയിൽ തെറിയാണെങ്കിൽ എന്നോട് ക്ഷമിച്ചേര്. അത് തെറിയായിട്ട് പറയുന്നതല്ല, ഞാൻ എൻ്റെ ഭാഷ ഉപയോഗിച്ചാൽ സംസാരിക്കുക. അതാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പം കേട്ടോ. ഈ ഉള്ളവൻ്റെ അറിവുകേട് ആയിട്ട് നിങ്ങൾ കണ്ടാൽ മതി, അല്ലെങ്കിൽ എൻ്റെ ബുദ്ധി കുറവായിട്ട് കണ്ടാൽ മതി. അപ്പം അതുകൊണ്ട് ഈ ഉള്ളവൻ്റെ കുറവായിട്ട് കണ്ട് അതിനോട് ക്ഷമിച്ചേക്ക്. അപ്പം എനിക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞാലും പ്രശ്നമുണ്ടോ? ഉത്തരം പറ. ഇല്ല, താങ്ക് യു കേട്ടോ. ഞാൻ ഈ കൺവെൻഷനൊക്കെ ആയതുകൊണ്ട് ഹല്ലേലൂയ പറയിപ്പിക്കാറുണ്ട്. കുഴപ്പമാവോ? കൈ പൊക്കോ? നിങ്ങൾ പൊക്കുമെന്ന് പറയുള്ളൂ, പൊക്കൂല. കൈ പൊക്കേ, ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി കേട്ടോ. കൈ പൊക്കേ. എനിക്ക് ആണുങ്ങളുടെയൊക്കെ കൈ പൊങ്ങിയൊന്ന് കാണണം കേട്ടോ, അതുകൊണ്ട് എനിക്ക് സന്തോഷം കേട്ടോ. ഈ സാധാരണ ആണുങ്ങളുടെ കൈയൊക്കെ പൊങ്ങി കാണാനാണ് ബുദ്ധിമുട്ട് കേട്ടോ. പക്ഷേ ഈ കഴിഞ്ഞ ആഴ്ച മുഴുവൻ ഈ കോതമംഗലം സൈഡിൽ യാക്കോബേറ്റ് പള്ളിയിൽ ഒത്തിരി പള്ളികളിൽ കൺവെൻഷനായിരുന്നു കേട്ടോ. കൈ പൊക്കി പിടിക്കേ, അത് കുഴപ്പമില്ലെന്നേ. ഇച്ചിരി അത് പൊക്കി പിടിച്ചെന്ന് വെച്ചത് ഒന്നും പോണില്ല കേട്ടോ. ഇങ്ങനെ ഹല്ലേലൂയ പറഞ്ഞേ. ശരി, ശബ്ദത്തിൽ പറയാമോ? ഇടതുകാരം കൂടെ ഉയർത്തി പിടിക്കാമോ? ഒന്നുകൂടി എന്ന് പറഞ്ഞേ. ഒന്നും കൂടി, ഒന്നും കൂടി. യേശുവേന്ന് വിളിച്ചേ. ചിരി ശബ്ദത്തില്, ചിരി ശബ്ദത്തില്. ഒന്നും പറയാനില്ല, നിങ്ങൾ സൂപ്പറാ കേട്ടോ. വേറെ ഒന്നും പറയാനില്ല, നിങ്ങൾ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി എനിക്ക് ചിലയിടത്തൊക്കെ ചെന്ന കൺവെൻഷനൊക്കെ ചെന്ന ഹല്ലേലൂയ പറയിപ്പിക്കാൻ വേണ്ടി തന്നെ ചിലപ്പോൾ അരമണിക്കൂർ എടുക്കും. ഇത് നിങ്ങൾ അങ്ങനെയല്ല, നിങ്ങൾ പ്രാർത്ഥിച്ചൊരുങ്ങി എത്രത്തോളം ദൈവവചനം സ്വീകരിക്കാൻ പറ്റുമോ അത്രത്തോളം ദൈവവചനം സ്വീകരിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ വന്നിരിക്കുകയാണ് അല്ലേ? ആണോ? ആയി. ഇത് എത്രാമത്തെ കൺവെൻഷനാ? ഈ 24ാമത്തെ കൺവെൻഷൻ. 24 വർഷമായി കേട്ടോ ഇതുപോലൊരു കൺവെൻഷൻ, ഇതുപോലെ ആൾക്കാർ വന്ന് ഇത്രത്തോളം കൺവെൻഷനൊക്കെ നടത്തണു. അല്ലാതെ നിങ്ങളുടെ പള്ളിയിലൊക്കെ കൺവെൻഷൻ ഉണ്ട് ഇല്ലേ? ഇല്ലേ? ഉണ്ട്. ഇഷ്ടം പോലെ കൺവെൻഷൻ കൂടുന്നവരാണ് നമ്മളൊക്കെ കേട്ടോ. ഞാൻ മിക്കവാറും ഈ ധ്യാനിപ്പിക്കാനും കൺവെൻഷനൊക്കെ പോകുമ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഒരു വൃത്തികെട്ട ക്വസ്റ്റ്യനാണ്, ചോദിക്കാൻ പാടില്ല കേട്ടോ. എന്നോട് ആരും ആവശ്യപ്പെട്ട് നോക്കണ്ട. ചോദിക്കുന്ന ചോദ്യം വൃത്തികെട്ട ക്വസ്റ്റ്യനാണെന്ന് എനിക്കറിയാം, പക്ഷെ ചോദ്യം നല്ല ചോദ്യമാണ്. എന്നിട്ടാണെന്നറിയാം ചോദ്യം. സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവർ ഒന്ന് കൈവക്കേ. നോണയാണെങ്കിൽ ഉണ്ടല്ലോ, ഞാൻ ഒന്നും പറയണില്ല. സാധാരണ ധ്യാനത്തിനൊക്കെ ചെന്നാൽ എന്തെങ്കിലുമൊക്കെ ഞാൻ പറയണതാ, പുഴുത്ത് പോകുന്നു ഒക്കെ പറയണതാ. ഇത് ഞാനൊന്നും പറയണില്ല. സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവർ കൈവക്കേ. സത്യം, ഇത്രയും നുണ പറയുന്നവരെ ഞാൻ ആദ്യമായിട്ട് കാണാം കേട്ടോ. കാരണം ഞാൻ ഇതുവരെ 100-400 പള്ളികളിലെങ്കിലും പോയിട്ടുണ്ട് ഒരു കൺവെൻഷനായിട്ട്. 100-400 പള്ളിയിലെങ്കിലും പോയിട്ടുണ്ട്. വളരെ ചെറിയൊരു ജീവിതമാണ്. എല്ലാ ദിവസവും കൺവെൻഷനാണ്. ഇപ്പം നാളെയുണ്ട് കൺവെൻഷൻ, എനിക്ക് എല്ലാ ദിവസവും കൺവെൻഷൻ ഉണ്ട്. പക്ഷെ 100-400 പള്ളി പോയിട്ട് ചിലപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകുന്ന ഉറപ്പുള്ളവർ കൈപൊക്കാൻ പറഞ്ഞാൽ സാധാരണ പൊക്കി കണ്ടിട്ടുള്ളത് 5-6 പേരൊരു പള്ളിയിലൊക്കെ. ആദ്യമായിട്ടാണ് ഇത്രയും കേട്ടോ. ഞാൻ പ്രത്യേകം അതിൽ പിതാവിനെ അഭിനന്ദിക്കുന്നു. ഇത്രയും പേര് സ്വർഗത്തിൽ വെച്ച് കാണാൻ സാധിക്കുമല്ലോ എന്ന് ഓർക്കുമ്പോൾ തന്നെ അഭിമാനമാണ്. അതിൽ പ്രത്യേകം അച്ഛന്മാരെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഇതുപോലെ നുണ പറഞ്ഞിട്ടും ഇവരെ നിങ്ങളെല്ലാവരും സ്വർഗത്തിൽ ഓ എൻ്റെ കറുത്ത. അപ്പോൾ 24 വർഷത്തെ കൺവെൻഷൻ കൊണ്ട് ഉപകാരമുണ്ട് കേട്ടോ. വെറുതെ ആയി പോയില്ല എന്ന് ഞാൻ പറയും അല്ലേ? ഈ സ്വർഗത്തിൽ പോകാത്ത കുറേ ജന്മങ്ങളുണ്ട് കേട്ടോ. എനിക്ക് അവരോടാ സംസാരിക്കാനുള്ളത്. അപ്പം നിങ്ങൾ എങ്ങോട്ടാ പോണേ? നരകത്തിൽ പോവും. നല്ല കാര്യം കേട്ടോ. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്നറിയോ? ഈ 1ാം ക്ലാസ്സിൽ കാറ്റഗിസം പഠിക്കാൻ ചെന്നിരുന്നിട്ട് 12 വർഷം സൺഡേ കാറ്റഗിസം പഠിച്ചവരാ നമ്മളൊക്കെ, ഞാനടക്കം കേട്ടോ. 12 വർഷം പഠിച്ചു. എവിടെ പോകാൻ? സ്വർഗത്തിൽ പോകാൻ.
1-ാം ക്ലാസ് തൊട്ട് പഠിത്തം തുടങ്ങിയതാ. മക്കളെ എവിടെ പോകണം, സ്വർഗത്തിൽ പോകണം, ആരുടെ മുഖം കാണണം, ദൈവത്തിൻ്റെ മുഖം കാണണം, അവിടെ ദൈവത്തെ സ്തുതിക്കണം എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചവരെ നമ്മളൊക്കെ. 12 വർഷം പഠിച്ചു സ്വർഗത്തിൽ പോകാനുള്ള വഴി. എന്നിട്ട് നമ്മളിൽ പലരും പറയാ എവിടെ പോകില്ലെന്ന്. സ്വർഗത്തിൽ പോകുന്ന ഉറപ്പില്ല കേട്ടോ, പോകില്ലെന്നല്ല, ഉറപ്പില്ല നമുക്ക് കേട്ടോ. 12 വർഷം കാറ്റഗിസം പഠിച്ചു, 24 വർഷം ഇതേ ഇങ്ങനെ വലിയൊരു കൺവെൻഷൻ. ഇനി അത് കൂടാതെ നമ്മുടെ പള്ളിയിലൊക്കെ കൺവെൻഷൻ ഉണ്ട്. എന്നിട്ടും കൂട്ടിയിട്ടും നമുക്ക് ഉറപ്പില്ല എവിടെ പോകുമെന്ന്. സ്വർഗത്തിൽ കറക്റ്റ് കേട്ടോ, സ്വർഗത്തിൽ പോകുന്ന വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ. നിങ്ങളിന്ന് ചിന്തിച്ചു നോക്ക്, എത്ര കൺവെൻഷൻ കൂടി. പലരും ഇവിടെ CC അടഞ്ഞ് തീരാറായി കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, പലരും ഇവിടെ CC അടഞ്ഞ് തീരാറായി. ഞാൻ ഈ കൂടുതൽ ശ്രദ്ധിക്കുക, യുവാക്കളെയൊക്കെ ശ്രദ്ധിക്കും കേട്ടോ. ഞാൻ പറയുക, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങളെല്ലാവരോടും. നിങ്ങളുടെ യുവതിവാക്കളെ, നിങ്ങളുടെ ചിലർക്ക് ഇപ്പോൾ പരീക്ഷയാണ്, അതിൻ്റെ ബുദ്ധിമുട്ടുകളുണ്ട്. അല്ലെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾ അവരെയും കൂടി ഒന്ന് കൊണ്ടുവരണം. കാരണം നമ്മുടെ സഭ ഇനി മുന്നോട്ട് പോകുന്ന അവരിലൂടെയാണ്. പലപ്പോഴും ഈ കൺവെൻഷനൊക്കെ പോയാൽ അവരെ കാണാനില്ല കേട്ടോ. എനിക്ക് ഭയങ്കര സങ്കടമാണ് ആ കാര്യത്തിൽ. ഞാൻ മിക്കവാറും മാതാപിതാക്കളോട് പറയും, 3-4 ദിവസത്തെ കൺവെൻഷനൊക്കെയാണ് ഞാൻ പറയും, ആദ്യത്തെ ദിവസം 2-ാമത്തെ ദിവസം പറയും, നിങ്ങളുടെ മക്കളെ, യുവതിവാക്കളെ ഇവിടെ കൊണ്ടുവരണം. അവർ വചനം കേൾക്കട്ടെ, സഭ എന്തെന്ന് അറിയട്ടെ, നമ്മുടെ കൂട്ടായ്മ അറിയട്ടെ, നമ്മുടെ ഐക്യം അറിയട്ടെ. അത് ഞാൻ പറയാറുണ്ട്. ഇവിടെ ഞാൻ നോക്കി കുറേയൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും ഞാൻ പറയുക, നിങ്ങളുടെ മക്കളെ കൊണ്ടുവരാനായിട്ട് ഐ റിക്വസ്റ്റ് ഓൾ ഓഫ് യു കേട്ടോ. നിങ്ങളുടെ യുവതി യുവാക്കളെ കൊണ്ടുവരാനായിട്ട് പഠിക്കുക. കാരണം അവർ നമ്മളിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുക ഇന്നത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുക. എനിക്കറിയാം ഇവിടെ പലർക്കും ഇവിടെ CC അടഞ്ഞ് തീരാറായി. ഞാൻ നോക്കിയിട്ട് എനിക്ക് അത്യാവശ്യം പ്രായം ഇല്ല, എനിക്കറിയാം പ്രായമായിട്ടില്ല, ഓക്കെ. പക്ഷെ അപ്പോഴും ഉറപ്പില്ല ഇവിടെ പോകുന്ന, സ്വർഗത്തിൽ പോകുന്നു. ഞങ്ങൾ അങ്കമാലിക്കാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, നാണമുണ്ടോ നിങ്ങളോടാ? നാണമുണ്ടോ എന്ന്. സ്വർഗത്തിൽ പോകുന്നു ഉറപ്പില്ല, നാണമുണ്ടോ? ഇല്ല എന്നൊരു ചേട്ടൻ ഇങ്ങനെ ഇല്ല. എനിക്കറിയാം നാണമില്ല. നമ്മളെ ക്രിസ്ത്യാനികളിൽ പലരും നാണമില്ലാത്തവരാ. എന്ത് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് ഈ സത്യവേദ പുസ്തകം, നമ്മൾ ഉപയോഗിക്കുന്ന ബൈബിള് എന്താണെന്നറിയാം, എങ്ങനെ ജീവിക്കണേന്നറിയാം. ഈ പലപ്പോഴും ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടായ ഒരു പരീക്ഷയാണ്. ക്വസ്റ്റ്യൻ പേപ്പർ ഔട്ടാ, ഉത്തരമൊക്കെ അറിയാം. ജീവിക്കോ അവനാകെ ഉള്ളത് അത് അവനെ ജീവിക്കുന്ന അവൻ ഉറപ്പാ. ബാക്കിയുള്ളവരോട് നിങ്ങൾ ജീവിക്കോ? കർത്താവ് പറയാം, മക്കളെ ക്ഷമിക്കി, ഞാനടക്കം കേട്ടോ, ഞാൻ മാറി നിൽക്കണില്ല. അച്ഛൻ വലിയ വിശുദ്ധനായതുകൊണ്ട് പറയുന്നില്ല, അച്ഛൻ ഏറ്റവും വലിയ തെറ്റുകാരൻ, ഇതിലുള്ളതിൽ ഏറ്റവും വലിയ തെറ്റുകാരൻ അച്ഛനാ. ഒന്ന് ചിന്തിച്ചു നോക്കേ, നമുക്ക് ക്ഷമിക്കാൻ പറ്റണ്ടോ? നമുക്ക് സ്നേഹിക്കാൻ പറ്റണ്ടോ? നമുക്ക് വിട്ടുകൊടുക്കാൻ പറ്റണ്ടോ? പക്ഷേ 24 എല്ലാ വർഷത്തെയും കൺവെൻഷന് നമ്മളിങ്ങനെ വന്നിരിക്കും, കേൾക്കും, ഒരാഴ്ച കഴിയുമ്പോഴേക്കും പോകും. ഇത്രയേ ഉള്ളൂ കൺവെൻഷൻ. ഈ വർഷത്തെ കൺവെൻഷൻ അങ്ങനെ ആകരുത് കേട്ടോ. ഈ വർഷത്തെ കൺവെൻഷന് എന്തെങ്കിലുമൊക്കെ ജീവിതത്തോട് ചേർത്ത് വെച്ചിട്ട് അത് ജീവിതത്തിൽ എന്നും പിന്തുടരാനായിട്ട് പരിശ്രമിക്കണം. കേട്ടോ? ബൈബിളിൽ വളരെ സുന്ദരമായൊരു വചനമുണ്ട്, ചെവിയുള്ളവൻ. എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ പറഞ്ഞേ? എല്ലാവർക്കും ചെവിയുണ്ടെന്ന് കർത്താവിനറിയാം. പിന്നെയും കർത്താവ് പറയാ, ചെവിയുള്ളവൻ കേൾക്കട്ടെ. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞേ? എന്തോരം പറഞ്ഞാലും കേറാത്ത ചില ജന്മങ്ങള് അന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, നിങ്ങളെന്നെ പറഞ്ഞു നിന്നുണ്ടെന്ന് കേട്ടോ. ഞാൻ പറയുന്നൊരു കാര്യം, ഈ കൺവെൻഷൻ പ്രസംഗം തുടങ്ങുന്നതിന് മുമ്പ് പറയുന്നൊരു കാര്യം, ചെവി ഉണ്ടാവട്ടെ കേട്ടോ. ചെവി ഉണ്ടെന്ന് എനിക്കറിയാം, ചെവി ഉണ്ടാവട്ടെ. എന്ത്? എൻ്റെ ജീവിതത്തിൽ ഒന്ന് മാറ്റം വരുത്താൻ ഈ കൺവെൻഷനെ കൊണ്ട് ഞാൻ തയ്യാറെടുക്കുമെന്നുള്ള ചിന്ത നിങ്ങളുടെ ചെവിയിലൂടെ കയറി, മനസ്സിൽ കയറി, ഹൃദയത്തിൽ കയറി, നിങ്ങളുടെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം ആദ്യമേ ആശംസിക്കുന്നു. വളരെ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പ്രത്യേകിച്ച് സ്വാഗത പ്രസംഗം പറഞ്ഞ അച്ഛൻ ഒത്തിരി സ്നേഹത്തോടു കൂടി ഓർക്കുക. അച്ഛൻ പറഞ്ഞ വലിയ വലിയ കാര്യങ്ങൾ. ഇപ്പോൾ ഒത്തിരി ആൾക്കാരുടെ അടുത്ത് കൗൺസിലിങ്ങിന് വരുന്നുണ്ട്. ഒത്തിരി പേര് അവരുടെ വിഷമങ്ങൾ പറയാനായിട്ട് വരുന്നുണ്ട്. ഒത്തിരി ക്രിസ്ത്യാനികൾ, അത് ക്രിസ്ത്യാനികൾ മാത്രമല്ല, ഹിന്ദുക്കളും വരാറുണ്ട്, പലരും വരാറുണ്ട്. അച്ഛനെ കാണണം, അച്ഛനോടൊന്ന് സംസാരിക്കണം. ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത അറിയോ? ഈ ചിരിച്ചും കളിച്ചൊക്കെ എല്ലാവരുടെ മുമ്പിൽ നടക്കുന്നുണ്ടെങ്കിലും ഒത്തിരി സങ്കടങ്ങളുള്ള മനുഷ്യരാണ് നമ്മളൊക്കെ. ഒത്തിരി സങ്കടങ്ങളുള്ള മനുഷ്യരാണ്. മനസ്സിലെ വല്ലാത്ത വിങ്ങലുകളാണ് നമുക്ക്. ഇന്ന് രാവിലെ മിനി എന്ന് പറഞ്ഞൊരു ചേച്ചി എന്നെ വിളിച്ചേക്കാം.
ജിനു അച്ഛാ ഒന്ന് പ്രാർത്ഥിക്കണം അച്ഛാ, മടുത്തു, മരണത്തിൻ്റെ വക്കീല, ജീവിക്കണമെന്നില്ല. എല്ലാ ദിവസവും പള്ളിയിൽ പോകണം മിനി ചേച്ചിയാണ് കേട്ടോ, എല്ലാ ദിവസവും പള്ളിയിൽ പോകും, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷേ മനസ്സിലൊരു വിഷമ, ജീവിക്കണ്ട. അതുപോലെയാണ് കുടുംബത്തിലെ പ്രശ്നം. മിഞ്ഞാന്ന് ഒരു പൗലോസ് എന്ന് പറഞ്ഞൊരു ചേട്ടൻ എന്നെ വിളിച്ചേക്കാം, എന്നെ ഒരു രാത്രി ഒരു 11 മണിയായപ്പോൾ, ജിനു അച്ഛാ കുറച്ച് നേരം സംസാരിക്കാൻ പറ്റുമോ? ഞാൻ പറഞ്ഞു, ചേട്ടായി 11 മണിയായില്ലേ, പറ്റണില്ല വെച്ചാൽ ഉറങ്ങാൻ പറ്റണില്ല, കണ്ണടയ്ക്കണം പറ്റണില്ല, ഉറക്കം വന്നില്ല, വല്ലാത്ത വിഷമം അച്ഛാ. അച്ഛനോടൊന്ന് സംസാരിച്ച് ഉറങ്ങാൻ പറ്റുമോ കുറച്ച് നേരം? നമുക്ക് ഉറങ്ങാൻ പറ്റണില്ല, ജീവിക്കാൻ പറ്റണില്ല, സന്തോഷിക്കാൻ പറ്റണില്ല, മുന്നോട്ട് പോകാൻ പറ്റണില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? ഒന്ന് കൈവക്കാമോ? പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഉണ്ട്? നിനക്കില്ലെന്ന് എനിക്കറിയാം. പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും, ഇത് ആരുടെ കിളുന്ത് ഈ സാധനം എന്തൊക്കെയാണ്? അത് വന്നിരുന്നത് നന്നായി കേട്ടോ, അവനെനിക്ക് ഇഷ്ടപ്പെട്ടു. അവർ നല്ലൊരു ഐഡിയ കൊടുത്തേ, ദാറ്റ്സ് വണ്ടർഫുൾ കേട്ടോ. എന്തെങ്കിലും ആവട്ടെ, പ്രശ്നങ്ങളില്ലാത്ത ആരെങ്കിലും ഇവിടെ ഇരിപ്പുണ്ടോ? നമ്മുടെ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ട്, അവനില്ലെന്ന് അവനും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇരിക്കണ കാപ്പിരി കൂപ്പിരികൾക്കൊന്നും ഉണ്ടാവില്ല, ബാക്കി എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടാവും. ഞാൻ പറയുന്നൊരു കാര്യം അറിയോ, പ്രശ്നങ്ങളില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്നേ. നിങ്ങൾ അങ്ങനെ ചിന്തിക്ക്. പ്രശ്നങ്ങൾ ഒഴിഞ്ഞിട്ടൊരു ജീവിതം നമുക്കില്ല. ഇവിടെ CC അടഞ്ഞ കുഴിയിൽ വെക്കാറായ ആൾക്കാർ വരെയുണ്ട്, ഇല്ലേ? ഇത്രത്തോളം ജീവിച്ചു, ഇത്രത്തോളം എത്തി. നീ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, ഇത്ര നാൾ ജീവിച്ചിട്ടും പ്രശ്നങ്ങൾക്ക് കുറവുണ്ടോ? ഇല്ല. ഒന്ന് തീരുമ്പോൾ മറ്റൊന്ന് വരും. ഇതാണ് ജീവിതം. നമ്മുടെ ഒക്കെ ജീവിതം അങ്ങനെ തന്നെയാണ്. അപ്പം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും, ഈ ഇരിക്കുന്ന അച്ഛന്മാർക്കും പിതാവിനും എല്ലാവർക്കും ഞാനടക്കം നമുക്ക് എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടെന്നേ, പ്രയാസങ്ങളുണ്ടെന്നേ, സങ്കടങ്ങളുണ്ടെന്നേ. ഈ പ്രശ്നങ്ങളുടെയും പ്രയാസങ്ങളുടെയും സങ്കടങ്ങളുടെയും ഈ ലോകത്ത് നിങ്ങൾ ജീവിക്കുമ്പോൾ, ഉറങ്ങാനൊന്ന് കഷ്ടപ്പെടുമ്പോൾ, ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒത്തിരിയേറെ വെമ്പൽ കൊള്ളുമ്പോൾ, എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്നറിയോ മക്കളെ, ജീവിതത്തിൽ എത്ര വലിയ പ്രശ്നം ഉണ്ടെങ്കിലും ചിന്തിച്ചു കൊള്ളാം, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ഒന്ന് പറഞ്ഞേ, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. ആ ചങ്കത്ത് കൈവച്ചിട്ട് പറഞ്ഞേ, എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട്. എത്ര വലിയ സങ്കടത്തിനും ചിന്തിച്ചോളാം. ചിലപ്പോൾ രോഗമായിരിക്കും, ക്യാൻസർ ആയിരിക്കും, ചിലപ്പോൾ കടബാധിതയായിരിക്കും, മക്കളുടെ പ്രശ്നങ്ങളായിരിക്കും, കുടുംബത്തിലെ ബുദ്ധിമുട്ടുകളായിരിക്കും, തടസ്സങ്ങളായിരിക്കും, ശത്രുക്കളുടെ പ്രശ്നങ്ങളായിരിക്കും, എന്തും ആയിക്കോട്ടെ, ദൈവമുണ്ട് നിന്റെ കൂടെ. നമ്മൾ പാടുന്നൊരു പാട്ടില്ലേ, അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. നിർത്ത്, മതി. ഈ ആണുങ്ങളൊക്കെ പാടണം കേട്ടോ. എൻ്റെ ഒരു പ്രത്യേകത അറിയാം, നമ്മൾ ഈ കൗൺസിലിംഗ് ഒക്കെ ചെയ്യണോണ്ടേ എല്ലാവരുടെയും മുഖത്ത് നോക്കും. അപ്പം നിങ്ങൾ പാടുന്നത് കാണുന്നില്ലെങ്കിൽ നമുക്ക് സങ്കടം. അപ്പം അവിടെ ഇരിക്കുന്ന ചേട്ടന്മാരൊക്കെ ഞാൻ നോക്കണ്ട, ഇങ്ങനെ അവർ പാടുന്നുണ്ടോ, വായ അനങ്ങുന്നുണ്ടോ. ഈ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഏറ്റവും കൂടുതൽ ഹാർട്ട് അറ്റാക്ക് വരുന്ന ആർക്കാ? ഹാർട്ട് അറ്റാക്ക് ആണുങ്ങൾക്കാ, ശരിയല്ലേ? ഞാൻ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു എന്ന് കേട്ടിട്ടുള്ളത് ആണുങ്ങൾക്കാ. സ്ത്രീകൾക്ക് അങ്ങനെ വരാറില്ല. എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചണ്ടോ? ഈ ആണുങ്ങളുടെ ഒരു പ്രത്യേകത, ജന്മത്തെ അനങ്ങത്തില്ല, ചിരിക്കത്തില്ല, മിണ്ടത്തില്ല. ഈ ഇവിടെ ഇരിക്കുന്ന ചില ചേട്ടന്മാർ ചിന്തിക്കണം, ആ കത്തനാരെ എന്തെങ്കിലും പറഞ്ഞ് പോട്ടെ, നമുക്കതൊക്കെ അന്വേഷിക്കേണ്ട ആവശ്യമില്ല. ആ പുള്ളി ആ വന്ന വഴിക്ക് തന്നെ പോക്കോളും കേട്ടോ. ആ കത്തനാര് ഒരു നീല ഊറാലി ഇട്ടിട്ട് വന്ന് എന്തോ പറയുന്നുണ്ട്, അതെന്ന് പറഞ്ഞിട്ട് പോട്ടെ, അങ്ങനെ ചിന്തിക്കല്ലേ കേട്ടോ. നിങ്ങൾ ഇടയ്ക്കൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ട് ഒന്ന് ചിരിക്കാൻ പഠിക്കുക, ഇടയ്ക്കൊന്ന് കരയി, ഇടയ്ക്കൊക്കെ ഒന്ന് സ്വസ്ഥമായിട്ട് നടക്ക്, വലിയ വർത്താനൊക്കെ പറയി, അല്ലെങ്കിൽ ഞാൻ പറയാം ചത്തു. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, ഇന്നത്തെ ആൾക്കാർ ഈ എല്ലാ പ്രശ്നങ്ങളും ഉള്ളിൽ ഒതുക്കി ഒരിക്കലും അങ്ങോട്ട് പൊട്ടും. ഇതാണ് ഹാർട്ട് അറ്റാക്ക് കേട്ടോ. ഈ സ്ത്രീകൾക്ക് എന്തുകൊണ്ടാണ് ഹാർട്ട് അറ്റാക്ക് വരാത്ത അധികം? ഞാൻ അധികം കേട്ടിട്ടൊന്നുമില്ല. സ്ത്രീകൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു ഞാൻ കേട്ടിട്ടില്ല. എന്തുകൊണ്ടാണ് സ്ത്രീകൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാത്ത? അവർ ഈ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും കുറ്റം പറഞ്ഞ് ജീവിക്കണോണ്ട് ഞാനത് പോസിറ്റീവായിട്ട് പറഞ്ഞതാ. ജന്മത്ത് ഹാർട്ട് അറ്റാക്ക് വരില്ല. ഞാൻ കണ്ടിട്ടില്ല ഹാർട്ട് അറ്റാക്ക് വന്നൊരു സ്ത്രീ മരിച്ചു വന്ന്.
അവരുടെ ഒരു പ്രത്യേകത അറിയോ? അവർക്ക് ഭർത്താവിനോട് ഇച്ചിരി വിഷമമുണ്ടെങ്കിൽ അവരെവിടെ തീർക്കും? മക്കളുടെ അടുത്ത് തീർക്കും. ഇപ്പം മക്കളുടെ അടുത്തും ഭർത്താവിൻ്റെ അടുത്ത് ഇച്ചിരി വിഷമമുണ്ടെങ്കിൽ അവിടെ തീർക്കും. വീട്ടിലെ എന്തെങ്കിലും ജന്തുക്കളുണ്ടെങ്കിൽ അവിടെ തീർക്കും. ഇനി വീട്ടിലെ ജന്തുക്കൾ പോലും ഇല്ലെങ്കിലും വീട്ടിലെ പാത്രങ്ങളിലെങ്കിലും അവർ തീർത്തിരിക്കും. ഇവരുടെ ഒരു പ്രത്യേകത നടന്നത് ഈ തീർന്നു പോവാ ഈ സാധനം. അതുകൊണ്ടെന്നറിയോ ഹാർട്ട് അറ്റാക്ക് ഇല്ല. ആണുങ്ങളൊന്നും തീർക്കാതെ വെച്ച് പിടിച്ചോണ്ടിരിക്കുക, എന്ത് വന്നാലും വിടത്തില്ല, ചങ്കിൽ ഒതുക്കിക്കൊണ്ടിരിക്കുക, ചത്തുപോവും. അപ്പം അതുകൊണ്ട് ഈ കൺവെൻഷൻ വന്നിരിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ എല്ലാവരോടും പറയുന്നത്, ഒന്ന് മനസ്സോർന്ന് ചിരിക്കി, കുറച്ച് നേരം കർത്താവിൻ്റെ വചനം കേക്ക്, സ്വസ്ഥമായിട്ടൊന്ന് പാട്, സ്വസ്ഥമായിട്ട് ദൈവത്തെ ഒന്ന് ആരാധിക്ക്. അപ്പോഴേ നിങ്ങളുടെ ജീവിതത്തിന് മഹത്വം ഉണ്ടാവും. വലുതൊരു ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എല്ലാവരും കൂടി ഒന്ന് പാടിയേ. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി. കരങ്ങളടിച്ച് ഓളങ്ങൾ. ഒന്നുകൂടി. അക്കരയ്ക്കു യാത്ര ചെയ്യും ഓളങ്ങൾ കാറ്റിനെയും നിയന്ത്രിപ്പാൻ. ഒന്നുകൂടി. കാറ്റിനെയും നിയന്ത്രിപ്പാൻ അക്കരയ്ക്കു യാത്ര ചെയ്യും ഓളങ്ങൾ. മതി. നിങ്ങൾ നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ. എന്ത് രസമാണെന്ന് പറയും നിങ്ങളിങ്ങനെ എല്ലാവരും കൂടി പാടി കേൾക്കുമ്പോൾ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് ഇവിടെ നിന്ന് കേൾക്കുമ്പോൾ. നിങ്ങൾക്ക് അവിടെ നിന്ന് ഫീൽ ചെയ്യില്ല. ഞങ്ങളിതെല്ലാവരും അങ്ങോട്ട് നോക്കിക്കൊണ്ടിരിക്കുമ്പോഴല്ലോ നിങ്ങളെല്ലാവരും കൈയടിച്ച് ഇങ്ങനെ പാടി കേൾക്കണേക്കാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നന്നായിട്ട് നിങ്ങൾ പാടി കേട്ടോ. ആ പാട്ടിൻ്റെ വരികൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഏതാണ്? അക്കരയ്ക്ക് യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ആ ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. നിങ്ങൾ ചിന്തിച്ചു നോക്കി, നമ്മളെല്ലാം സിയോൻ സഞ്ചാരിയാ. ഓളങ്ങൾ ഉണ്ടാവും ജീവിതത്തിൽ. പക്ഷെ കർത്താവ് പറയാ ഭയപ്പെടരുത്, ഭയപ്പെടരുത് കേട്ടോ, ഭയപ്പെടരുത്. അടുത്ത വരിയാണ് നമ്മുടെയൊക്കെ ജീവിതത്തോട് ചേർത്ത് വയ്ക്കണ്ടേ. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളോൻ പടവിലുണ്ട്, ജീവിതത്തിലുണ്ട്. നീ എന്തിനാ പേടിക്കണേ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ദൈവം കൂടെയുള്ള മനുഷ്യൻ പേടിക്കോ? ഉത്തരം പറ. ഞാൻ ഈ ചോദ്യരൂപേണ പ്രസംഗിച്ചുകൊണ്ട് വന്നറിയോ, നിങ്ങൾ നല്ല AC ഹാളിലിരിക്കണേ, ഒരു തക്കം കിട്ടിയാൽ പതക്കെ മഞ്ഞു പോകും. എനിക്കതറിയാം. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഉത്തരം പറയുമ്പോൾ നമ്മളൊന്ന് അലർട്ടായിട്ടിരിക്കും, നമുക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് പോകും അല്ലേ? അതുകൊണ്ട് അച്ഛൻ ചോദിക്കണേ. AC ഹാളായതുകൊണ്ടൊരു പ്രത്യേകത ഉണ്ട്, എല്ലാവർക്കും നല്ല കുശും പോലത്തെ കസേര ഇട്ട് കൊടുത്തേക്കണേ. ഇല്ല ബെഞ്ചിട്ട് കൊടുത്താൽ മതിയായിരുന്നു കേട്ടോ. ഈ കുശുമുള്ള കസേരത്തിന് പ്രത്യേകത, ആ കുശിലെ കസേരയും AC-യുടെ തണുപ്പും നല്ല സുഖ ഉറങ്ങാൻ കേട്ടോ. അപ്പം അതുകൊണ്ടാണ് അച്ഛൻ ഇങ്ങനെ പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് അച്ഛൻ ചോദ്യങ്ങളൊക്കെ ചോദിച്ചോടെ. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ഈ ദൈവം കൂടെയുള്ള മനുഷ്യൻ പേടിക്കോ? നിങ്ങൾക്ക് പേടിയുണ്ടോ? നോണ കർത്താവേ, നോണ, ഭൂലോക നോണയാണുള്ള കർത്താവ് എന്ന് വന്നപ്പോൾ പറയണേ. നിങ്ങൾക്ക് പേടിയുണ്ടോ? നീ സൂപ്പറാടാ. അവൻ പറയാം അവന് പേടിയുണ്ട്. സത്യം അവനവളെ സത്യം പറയുന്നൊരു പൈതൽ ഇവിടെ ഉള്ളൂ കേട്ടോ. ബാക്കിയൊക്കെ കർത്താവേ കേട്ടോ. നിങ്ങൾ ചിന്തിച്ചോക്കെ, ഈ ദൈവം കൂടെയുള്ള മനുഷ്യൻ പേടിക്കോ? ഇല്ല, ദൈവം കൂടെയുള്ള മനുഷ്യൻ പേടിക്കില്ല. ഈ ദൈവം കൂടെയുള്ള മനുഷ്യൻ ടെൻഷൻ അടിക്കോ? ഇല്ല. നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടോ? ചിന്തിച്ചോക്ക് എൻ്റെ സ്നേഹം നിറഞ്ഞ ദൈവജനമേ, നമ്മൾ ഭയങ്കര ടെൻഷനാ, ഭയങ്കര ആകുലതയാ. ഈ പുറപ്പാട് 14:14 ആരെങ്കിലും വചന ബൈബിളൊക്കെ കൊണ്ടുവന്നുണ്ടോ? എടുക്കുന്നതൊക്കെ നല്ലതാ. പുറപ്പാട് 14:14 ഒന്ന് എടുത്തേ. പുറപ്പാട് 14:14 എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് വചനം കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. ഈ മോശ ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോകുന്നൊരു രംഗമാണ്, ഭയങ്കര ശക്തമായൊരു രംഗം. മോശ ഇസ്രായേൽ ജനത്തെ കൊണ്ടുപോകുമ്പോൾ മുൻപില് കടല, പിന്നിൽ ഈജിപ്ഷ്യൻ സൈന്യ. മുൻപോട്ട് പോകാനും പറ്റില്ല, പിന്നോട്ട് പോകാനും പറ്റില്ല.
രണ്ട് സൈഡിലും പാറയെടുക്കുക, രണ്ട് സൈഡിലും പാറയെടുക്ക്. ആ സൈഡിലേക്കും പോകാനും പറ്റില്ല, ഇപ്പുറ സൈഡിലേക്കും പോകാനും പറ്റില്ല. യെസ്, നിങ്ങൾ മിണ്ടാതിരുന്നാൽ മതി. ഈ 4 പാടും ചുറ്റപ്പെട്ടൊരവസ്ഥയില് ഈ മോശയും ഇസ്രായേൽ ജനം നിൽക്കുന്ന ഒരു രംഗമാണത്. മുൻപില് കടല്, പിന്നിൽ ഈജിപ്ഷ്യൻ സൈന്യം, രണ്ട് സൈഡിലും പാറയിടക്ക്, 4 പാടും ചുറ്റപ്പെട്ടൊരവസ്ഥ. മുൻപോട്ട് പോകാനും പറ്റില്ല, പിന്നോട്ട് പോകാനും പറ്റില്ല, സൈഡിലേക്ക് പോകാനും പറ്റില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിലുണ്ട് ഇതുപോലൊരു അനുഭവം. 4 പാടും ചുറ്റപ്പെട്ടൊരവസ്ഥ. എങ്ങോട്ട് പോകും, എന്ത് ചെയ്യും, എങ്ങനെ ജീവിക്കും, എങ്ങനെ ഇത് ഫേസ് ചെയ്യും എന്നറിയാൻ പറ്റാത്ത ചില സാഹചര്യങ്ങൾ. അങ്ങനെ 4 പാടും ചുറ്റപ്പെട്ട അവസ്ഥയിൽ ദൈവവചനം എടുത്തൊന്ന് വായിക്കണം. ജീവിതത്തിൽ എന്ത് ചെയ്താലാ ജയിക്കാൻ പറ്റുക എന്നുള്ള ഒത്തിരിയേറെ വേദന ജനിപ്പിക്കുന്ന ചിന്തകൾ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഈ വചനം എടുത്തൊന്ന് വായിക്കണം. പുറപ്പാട് 14:14 ഇസ്രായേൽ ജനത്തോട് മോശ പറഞ്ഞ വളരെ സുന്ദരമായൊരു ഡയലോഗ് ഉണ്ട്. എന്തായിരുന്നു ആ ഡയലോഗ്? മക്കളെ, നിങ്ങളെ യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കുവെന്ന് പറഞ്ഞു. അതായത് എവിടെ നിന്ന് ആ ശരീരി നല്ല കാര്യം. അങ്ങനെ ഒരു മയക്കം പിടിച്ചോണ്ടിരുന്ന ഇതൊക്കെ കേൾക്കാൻ പറ്റും. ഒന്നുകൂടി വായിച്ചേ. യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരിക്കുവെന്ന് പറഞ്ഞു. ചേച്ചിയുടെ പേരെന്നാ? സുമ. സുന്ദരിയ. വായിച്ചോ. അപ്പൊ അതുകൊണ്ട് യഹോവ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ മിണ്ടാതിരുന്നാ മതി, മിണ്ടാതിരുന്നാ മതി. അത് ഞാൻ POC ബൈബിൾ ഉപയോഗിക്കുക. ഞങ്ങളുടെ ബൈബിൾ പറയുന്നറിയോ? നിങ്ങൾ ശാന്തരായിരുന്നാ മതി, ശാന്തരായിരുന്നാ മതി. ദൈവം നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും, നിങ്ങൾ ശാന്തരായിരുന്നാ മതി. ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളുള്ളവരാണ് നമ്മള്, ഒത്തിരി സങ്കടങ്ങളുള്ളവരാണ് നമ്മള്. പക്ഷെ നീ ഓർത്തുകൊള്ളാം, എന്തിനും പോകുന്നൊരു ദൈവം നിന്റെ കൂടെയുണ്ട്. വലതറ ഉയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഇത്രത്തോളം നിങ്ങൾ ജീവിച്ചു, ഇവിടം വരെ എത്തി. ഒറ്റ കാര്യം ചോദിക്കണുള്ളൂ, നിങ്ങളുടെ മാത്രം കഴിവുകൊണ്ടാണോ നിങ്ങളിവിടെ എത്തിയേ? ഉത്തരം പറ. അല്ല. നിങ്ങളുടെ മാത്രം പ്രാപ്തിയാണോ? നിങ്ങളുടെ മാത്രം അധ്വാനമാണോ? നിങ്ങളുടെ മാത്രം സ്വപ്നമാണോ? നിങ്ങളുടെ മാത്രം കഷ്ടപ്പാടാണോ? അല്ല. ഇതെല്ലാം ദൈവം തന്നതാ. ഈ ഇത്രത്തോളം ഇവിടെ എത്തി നിൽക്കുന്നത് വരെ ദൈവത്തിന്റെ കരവരുതാ. നിങ്ങൾ ചിന്തിച്ചോക്കെ, ഇത്രത്തോളം എത്തിച്ചവന് ഇനിയും നോക്കാൻ അറിയില്ലേ? ഉത്തരം പറ. പിന്നെന്തിനാ ടെൻഷൻ അടിക്കണേ? നിങ്ങൾ ചിലർ പറയും, എൻ്റെ അച്ഛോ പ്രാർത്ഥിക്കുന്നവർക്ക് പ്രശ്നമുള്ളൂ, എന്നും ദൈവാലയത്തിൽ പോകുന്നവർക്ക് പ്രശ്നമുള്ളൂ. തമ്പുരാൻ കർത്താവ് എപ്പോഴെങ്കിലും ബൈബിളിൽ പറഞ്ഞിട്ടുണ്ടോ? മക്കളെ, ഒരു പ്രശ്നം ഉണ്ടാവില്ല വിശ്വസിച്ച പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്നറിയോ? തൻ്റെ മകന് പോലും ഉടയ തമ്പുരാൻ കൊടുത്തത് കുരിശുമരണ. എന്നിട്ടാ കുരിശുമരണം. സ്വന്തം മകന് ഉടയ തമ്പുരാൻ കൊടുത്തത്, ദൈവം കൊടുത്തത്, അബ്രഹാം കൊടുത്തത്, അല്ല അബ്രഹാം അല്ല, യഹോവ കൊടുത്തത് എന്താണ്? കുരിശുമരണമാണ്. അപ്പൊ നിങ്ങൾക്ക് തരാതിരിക്കുക? കിട്ടും, ആക്കിയത്തിനും കിട്ടും കേട്ടോ, ആക്കിയത്തിനും കിട്ടും. നിങ്ങൾ ചിന്തിക്കണേ, സ്വന്തം മകന് കുരിശുമരണം കൊടുത്തേ, കുരിശുമരണം നമുക്ക് തരാതിരിക്കും. നമ്മളെല്ലാവരും വിളിക്കുന്നുണ്ട് സ്വർഗസ്ഥനായ ഞങ്ങളുടെ. അപ്പൊ കിട്ടിയിരിക്കും. ഞാൻ എന്തിനെന്ന് പറഞ്ഞറിയോ? മക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ട്. ഈ ബൈബിളിൽ വളരെ സുന്ദരമായൊരു രംഗമുണ്ട്. എന്ന് വെച്ചാൽ ഈ ശിഷ്യന്മാരും ഈശോയും കൂടി കടലിലൂടെ സഞ്ചരിക്കുന്നൊരു രംഗമുണ്ട്. കടലിലൂടെ ഈശോയും ശിഷ്യന്മാരും സഞ്ചരിക്കുക. ഈശോ വഞ്ചിയിൽ കിടന്നുറങ്ങുക, ശിഷ്യന്മാർ വഞ്ചി തുടയുക. പെട്ടെന്നാണ് എന്താണ് സംഭവിക്കണേ? കാറ്റൂതി കടൽ പ്രക്ഷോഭിച്ചു, തിരമാലകൾ വഞ്ചിയിലേക്ക് വന്നു. ശിഷ്യന്മാര് പേടികൊണ്ട് കർത്താവെ രക്ഷിക്കണമെന്ന് നിലവിളിക്കുക. നിങ്ങളൊന്ന് ചിന്തിച്ചോക്കെ, കർത്താവ് കൂടെ ഉണ്ടായിട്ടും പിന്നെ എന്തിയെ കാറ്റൂതിയെ? കർത്താവ് വഞ്ചിയിൽ ഉണ്ടായിട്ടും പിന്നെ എന്തിയെ ആ കടല് പ്രക്ഷോഭിച്ച്? കർത്താവ് കൂടെ ഉണ്ടായിട്ടും പിന്നെ എന്തിയെ ശിഷ്യന്മാര് ഒത്തിരിയേറെ പേടിച്ച്? ചിന്തിക്കണം കേട്ടോ. അപ്പൊ കർത്താവ് കൂടെ ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവില്ലേ? ഉണ്ടാവും. പ്രാർത്ഥിക്കുന്നവർക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രാർത്ഥിക്കാത്തവർക്കും ഉണ്ടാവും. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം കേട്ടോ. പ്രാർത്ഥിക്കുന്നവൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നറിയോ? നിങ്ങളുടെ വഞ്ചിയിൽ, നിങ്ങളുടെ ജീവിതത്തിൽ കർത്താവുണ്ടേ, നിങ്ങൾ അക്കരെ എത്തിയിട്ടുണ്ടാവും. അത് ഉറപ്പാ. വളരെ ഉയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനം സുമേച്ചേ ഒന്ന് വായിച്ചേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 1-ാം തിരുവചനം.
ഓ എന്നാ ശബ്ദടവേത്. ചേട്ടായി ഒന്ന് എഴുന്നേറ്റുന്നേ, ഒന്ന് എഴുന്നേറ്റുന്നേ. ചേട്ടായി എഴുന്നേറ്റോ? സൂപ്പർ ചേട്ടായി എഴുന്നേറ്റേക്ക്. എന്നാ ശബ്ദത്. കർത്താവിൻ്റെ അനുഗ്രഹം ഉണ്ട് കേട്ടോ. ഒന്നും കൂടി ഒന്ന് വായിച്ചേ. ചുമയിച്ചും മിണ്ടാടുക്ക്. ആ സൂപ്പർ മതി. ചേട്ടൻ്റെ പേരെന്നാ? തോമസ് ചേട്ടൻ. നല്ല സ്വർണ്ണ അരിച്ചെന്ന ഇതുണ്ട് കേട്ടോ. പണ്ടത്തെ ഞങ്ങളുടെ കാരണവന്മാരൊക്കെ പറയും നല്ലോണം സ്വർണ്ണ അരിച്ചു കൊടുക്കണമെന്ന് നാവില്, നല്ല ശബ്ദം ഉണ്ടാവണമെങ്കിൽ. എന്തോരോ സ്വർണ്ണം അരിച്ചുണ്ടാവും കർത്താവേ. എന്തൊക്കെയായാലും നല്ല അനുഗ്രഹമുള്ള ശബ്ദം കേട്ടോ. എൻ്റെയൊക്കെ ശബ്ദം പോയി തുടങ്ങി. എല്ലാ ദിവസവും ഈ കൺവെൻഷന് പോകുന്നതുകൊണ്ട് ശബ്ദമില്ല. ഇപ്പോൾ തോമസ് ഒക്കെ ശബ്ദം കേൾക്കുമ്പോൾ ഐ എം പ്രൗഡ് ഓഫ് യു കേട്ടോ. ഇത്രയും ശബ്ദത്തിൽ ഈ പ്രായത്തിലും, പ്രായമൊന്നുമില്ല എന്നാലും വായിക്കാൻ കാണിച്ച വലിയ മനസ്സിന്. എന്നിട്ടാ വചനം പറയണേ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ജീവിതത്തിൽ എന്തു വന്നാലും കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. ജീവിതത്തിൽ എന്തൊക്കെ പ്രശ്നം വന്നാലും എൻ്റെ മക്കളെ ദൈവത്തിൽ വിശ്വസിക്കുക. എത്ര വലിയ സങ്കടം വന്നാലും ദൈവത്തിൽ വിശ്വസിക്കുക. എത്ര വലിയ രോഗം വന്നാലും ദൈവത്തിൽ വിശ്വസിക്കുക. അപ്പോഴാണ് നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുക. വലുതരമീർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കുക, എൻ്റെ പൊന്നച്ചോ ഇതൊക്കെ പറയുന്നതൊക്കെ ശരിയാ, സമ്മതിച്ചു. എടവേ നമ്മുടെ ജീവിതത്തിൽ ദൈവം മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പറയുമ്പോഴും ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. ശരിയല്ലേ? ശരിയല്ലേ? കൂടെ ആൾക്കാരൊക്കെ ഉണ്ടാ? കൂടെ സഹായിക്കാൻ, സ്നേഹിക്കാൻ ആൾക്കാരൊക്കെ ഉണ്ടാ? കേട്ടോ. നമ്മൾ പാടുന്നൊരു പാട്ടുണ്ട്, വളരെ സുന്ദരമായ പാട്ടാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ട് കേട്ടോ. എൻ്റെ അപ്പൻ എന്നെ പഠിപ്പിച്ചൊരു പാട്ടാ. പാട്ടെങ്ങനെയാ? കണ്ണുനീർ താഴ്വരയിൽ ശബ്ദത്തിൽ കണ്ണുനീർ വാർത്തവനൻ ഒന്നുകൂടി പാടിയേ. കണ്ണുനീർ കാര്യം നടത്തി. അടുത്ത വരി. നിന്മനം പതറാതെ നിന്നോട് ഞാനുണ്ട്. അടുത്ത വരി അറിയോ? തീച്ചൂള സിംഹക്കുഴി പൊട്ടക്കിണർ മതി കേട്ടോ. തീച്ചുള സിംഹക്കുഴി, പൊട്ടക്കിണർ, മരുഭൂമി, ജയിലറ, ഈർച്ചവാളോ, മരണമോ വന്നിടട്ടെ. അങ്ങനെയുള്ള അവസ്ഥകളിൽ പോലും ഒറ്റ കാര്യം ചിന്തിച്ചാൽ മതി. നിന്മനം ഇളകാതെ, നിന്മനം പതറാതെ, നിന്നോട് കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ടാ. ക്രിസ്തീയ ഭക്തിഗാനങ്ങളിൽ ഏത് പാട്ട് വന്നാലും ഈ പാട്ടിന് തട്ട് താണിഞ്ഞിരിക്കും. അതിൻ്റെ കാരണം അത്രയും അർത്ഥവത്തായ ഒരു പാട്ടാ. അതിൻ്റെ ആദ്യത്തെ വരെ എങ്ങനെ? കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തി തരുമെന്ന്. എന്ത് രസം നോക്കിയാ വരി. ജീവിതത്തിൽ നീ കണ്ണുനീർ വാർത്തയൊക്കെ അറിയുമ്പോൾ കാര്യം നടത്തി തരുന്നൊരു തമ്പുരാൻ നിന്റെ കൂടെ ഉണ്ടെന്ന് നീ വിശ്വസിക്കേ. എത്രയൊക്കെ സങ്കടം വന്നാലും ദൈവം നമ്മളെ കൈവിടില്ലടോ. ആരൊക്കെ നമ്മളെ കൈവിട്ടാലും ദൈവം കൈവിടില്ല. ആരൊക്കെ നമ്മൾ ഉപേക്ഷിച്ചാലും ദൈവം നമ്മൾ ഉപേക്ഷിക്കില്ല. തുടക്കത്തിലെ പ്രാർത്ഥനയുടെ സമയത്ത് ആ സഹോദരൻ പറഞ്ഞില്ലേ, പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല. ദൈവം പറഞ്ഞ വളരെ സുന്ദരമായൊരു വചനത്. ദൈവം മറക്കില്ല നമ്മളെ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ നമ്മുടെ കൂടെ ഇരിക്കണവരൊക്കെ കൂടെ ഉണ്ടാവുന്ന? ഉണ്ടാവോ? ഓ, ജീവിത പങ്കാളി ഉണ്ടാവോ? മിണ്ടല്ലേ. ആവശ്യമില്ലാത്തൊക്കെ ഉത്തരം പറഞ്ഞ് ഈ കൺവെൻഷൻ നടത്തി ഞാൻ എൻ്റെ പണിക്ക് പോവും, ഞാൻ എൻ്റെ പാട്ടിന് പോവും. ആവശ്യമില്ലാത്ത ഉത്തരം പറഞ്ഞ് പിന്നെയും ചെല്ലണത് ആ വീട്ടിലേക്ക് തന്നെയാ. എന്നിട്ട് തൊട്ടടുത്തിരുന്നിട്ട് പറയാ ജീവിത പങ്കാളി ഉണ്ടാവില്ലെന്ന്. കേട്ടോ, ഞാനൊരു കാര്യം ചോട്ടെ, ജീവിത പങ്കാളി ഉണ്ടാവാം, മിണ്ടരുത്.
സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിച്ചാൽ ഇപ്പോൾ ഇതിന് ഉത്തരം കിട്ടും കേട്ടോ. ഈ ജീവിത പങ്കാളി കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കുന്നവരോട് ഒറ്റ ചോദ്യം ചോദിച്ചത്, അടുത്തൊരു ജീവിതം ഉണ്ടെങ്കിൽ ഈ ജീവിത പങ്കാളി തന്നെ മതി എന്നുള്ള എത്ര പേരുണ്ട്? കൈവക്കണ്ട. ഒരു ചേട്ടൻ ചങ്കത്ത് വെക്കുക, എൻ്റെ പൊന്നച്ചാ ഈ ജീവിതത്തിൽ തന്നെ ഇതിനെ കൊണ്ടുപോകാൻ പറ്റണില്ല, വേറൊരിടത്തെ കുത്തിയെടുക്കാൻ പറ്റുമെങ്കിൽ ഞാൻ എടുത്തേനെ. പക്ഷെ എന്നിട്ട് അച്ഛൻ പറയും അടുത്തൊരു ജീവിതത്തിൽ ഇതിനെ തന്നെ കൊണ്ടുപോകാൻ പറ്റണ്ട. അപ്പം മനസ്സിലായി എത്ര പേരുടെ കൂടെ ഒരു പ്രശ്നം ഉണ്ടായ ജീവിത പങ്കാളി ഉണ്ടാവുന്നു. ശരിയല്ലേ? ജീവിത പങ്കാളി ഉണ്ടാവോ? ചിന്തിക്ക്. ഒരു പ്രശ്നം വന്ന ജീവിത പങ്കാളി ഉണ്ടാവുമെന്ന് ചിന്തിച്ചു നോക്ക്. ആദ്യം കുറ്റപ്പെടുത്തുന്നതായിരിക്കും, നിന്റെ കുഴപ്പം കൊണ്ടല്ലേടി, നിന്റെ അപ്പൻ്റെ സ്വഭാവമല്ലേടി, നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതല്ലേടി, നിന്റെ അപ്പൻ്റെ ഗുണം കാണിച്ചാടി. കേൾക്കണ്ട്. പലരുടെയും ചിരി എന്നെ പലതും പഠിപ്പിക്കുന്നു കേട്ടോ. ഒന്ന് ചിന്തിച്ചു നോക്ക്. ജീവിത പങ്കാളി ഉണ്ടാവുന്നു, മക്കളുണ്ടാവോ? ഒരു പ്രശ്നം വന്ന അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം. ഞാൻ ക്വസ്റ്റ്യൻ്റെ വീഡിയോ തന്നെയാണ് കേട്ടോ, ക്വസ്റ്റ്യൻ കുറേ ചോദിക്കും. ക്വസ്റ്റ്യൻ ചോദിച്ചാൽ കൃത്യമായിട്ട് മനസ്സിലാവും. എനിക്ക് പ്രായമാകുമ്പോൾ എൻ്റെ മക്കള് എന്നെ നോക്കുമെന്ന് ഉറപ്പുള്ള മാതാപിതാക്കന്മാര് ഒന്ന് കൈവക്കേ. ഇത് വേണമെങ്കിൽ കൈവക്കാം. വിദേശത്താണെങ്കിലും കുഴപ്പമില്ല, നോക്കുമെന്ന് ഉറപ്പണെങ്കിൽ പൊക്ക്. എന്നോടൊന്നും ചോദിക്കണ്ട, പൊക്കി പിടിച്ചേ നോക്കട്ടെ. ക്രാനാക്കാരുടെ ഇടയിൽ എത്ര എണ്ണം പൊക്കും നോക്കൂന്ന്. അഗതി മന്ദിരം തുടങ്ങേണ്ടി വരും മിക്കവാറും കേട്ടോ. 2, 4, 6 അത് ചിന്തിച്ചോ. ഇതൊക്കെ എൻ്റെ കണക്കനുസരിച്ച് ഏകദേശം ഒരു 19 പേര് പൊക്കിയിട്ടുണ്ട് ഇത്രയും പേരുടെ ഇടയിൽ. ബാക്കിയുള്ളവർക്ക് എൻ്റെ പിള്ളേരില്ലേ? പിള്ളേരൊക്കെ ഉണ്ട്, പക്ഷേ നോക്കൂന്ന് ഉറപ്പില്ല. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിട്ടെ, നിങ്ങൾ ജീവിക്കണത് ആർക്ക് വേണ്ടിയിട്ടാ? മക്കൾക്ക് വേണ്ടിയിട്ടാന്ന് നിങ്ങൾ പറയണു. പക്ഷെ ഈ മക്കളെ നിങ്ങളെ നോക്കുമെന്ന് നിങ്ങൾക്ക് ബെസ്റ്റ് ജീവിതം. ചിന്തിച്ചു നോക്ക്. ഇത്രത്തോളം നിങ്ങൾ പറയണു മക്കൾക്ക് വേണ്ടിയിട്ട് ജീവിക്കണേന്ന്. മക്കളെ നോക്കി മക്കൾക്ക് നമ്മളെ വേണ്ട, ജീവിത പങ്കാളിക്ക് വേണ്ട, കൂടപ്പിറപ്പിന് വേണോ? ചോരയ്ക്ക് ചോര എന്നൊക്കെ പണ്ട് പഴമക്കാർ പറയും. ഇപ്പം ചോരയ്ക്ക് ചോര. ഒരു പ്രശ്നം ഉണ്ടായ ആദ്യം ഓടുന്നത് അവന്മാരാ. ശരിയല്ലേ? പക്ഷെ ആ കാര്യത്തിൽ ഞാൻ നിങ്ങളെ കുറച്ചും കൂടെയൊക്കെ ബഹുമാനിക്കും കേട്ടോ. ഒരു പ്രശ്നം ഉണ്ടായ കട്ടയ്ക്ക് കൂടെ വെക്കണവരെ നിങ്ങൾ അല്ലേ? മൗനം വിദ്വാന് ഭൂഷണം കേട്ടോ. അതുകൊണ്ട് ഞാൻ മിണ്ടണില്ല. കട്ടയ്ക്ക് കൂടെ വെക്കണവരാ. ചിന്തിച്ചു നോക്ക്. നമ്മൾ ക്രിസ്ത്യാനികളൊക്കെ അങ്ങനെയാണ് കേട്ടോ. സുഹൃത്തുക്കൾ ഉണ്ടാവോ? വലുതാവട്ടെ നീ കേട്ടോ. ചിന്തിച്ചു നോക്കിയേ. എൻ്റെ സ്നേഹം എന്ന് പറഞ്ഞവരെ ഇത്രത്തോളം എത്തിച്ചിട്ട് ഇന്ന് ചിന്തിച്ചു നോക്കിയേ. സത്യം പറഞ്ഞ ഒരു പ്രശ്നം ഉണ്ടായ ആരും ഉള്ളൂ നമുക്ക്? ദൈവം ഉള്ളൂ. ഒരു സങ്കടം വന്ന ദൈവം മാത്രമേ ഉള്ളൂ. ഒരു രോഗം വന്ന ദൈവം മാത്രമേ ഉണ്ടാവുള്ളൂ. ചിലപ്പോൾ ആരും നമ്മളെ മനസ്സിലാക്കാൻ പറ്റാത്ത ചില സാഹചര്യങ്ങളൊക്കെ ജീവിതത്തിൽ വരും. എത്രത്തോളം സ്നേഹിച്ചിട്ടും എത്രത്തോളം ചേർത്ത് പിടിച്ചിട്ടും എത്രത്തോളം കൊണ്ടു നടന്നിട്ടും ഒരു കറിവേപ്പില പോലെ മാറ്റിക്കളയുന്ന അനുഭവങ്ങൾ ജീവിതത്തിലുണ്ടാവും. പക്ഷെ അപ്പോഴൊക്കെ നീ ഓർക്കേണ്ട കാര്യം എന്നറിയോ? എന്നെ സ്നേഹിക്കുന്ന, എന്നെ മനസ്സിലാക്കുന്ന, എന്നെ കൊണ്ടു നടക്കുന്ന ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും എന്നെ ഉപേക്ഷിക്കാത്ത ഒരു തമ്പുരാൻ, എൻ്റെ അപ്പൻ എൻ്റെ കൂടെയുണ്ട്. വലതരം ഉയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത്രയും നിങ്ങൾ ചിന്തിച്ചാൽ മതി. ദാറ്റ്സ് ഇനഫ്. നിങ്ങൾ ചോദിക്കും എൻ്റെ പൊന്നച്ച അച്ഛനതൊക്കെ പറയാൻ എളുപ്പാ, അച്ഛനെ കുടുംബവും ഇല്ല, ഞങ്ങൾ കല്യാണം കഴിക്കാത്ത അച്ഛന്മാരാ, സിംഗിളായിട്ട് ജീവിക്കണവരാ. അപ്പോൾ നിങ്ങളുടെ മുഖത്തൊക്കെ ഒരു ചിരി. അച്ഛന് ഇനി ഒന്നും അറിയണ്ടല്ലോ. സത്യമല്ലേ? അച്ഛനൊന്നും അറിയണ്ട, കല്യാണം കഴിക്കണ്ടേ? നിങ്ങളുടെ അച്ഛന്മാർക്ക് കഴിക്കോ? കഴിക്കും. ഭാഗ്യവന്മാർ കേട്ടോ. ഏതെങ്കിലും ഭാഗ്യമാണെന്ന് അവരോട് ചോദിച്ചാൽ മതി. ഞാൻ ഏതെങ്കിലും കൊച്ചന്മാരൊക്കെ നന്നായിട്ട് നോക്കിക്കോളും കേട്ടോ. എന്തെങ്കിലും ആവട്ടെ. ഒന്ന് ചിന്തിച്ചു നോക്കിയേ. ഞങ്ങളാണെങ്കിൽ ഒറ്റത്തടിയായിട്ട് ജീവിക്കണമാരാ. വലിയ ഇതൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ ചിലരോട് എന്നോട് ചോദിക്കും. എന്നോട് ഒരിക്കലും ചേട്ടൻ ചോദിച്ചതാ, അച്ഛന് ഈ പറയുന്നതൊക്കെ ശരി, സമ്മതിച്ചു. അച്ഛനും തൊട്ട കുഴപ്പമുള്ളേ. അച്ഛന് കുടുംബവും ഇല്ല, മക്കളും ഇല്ല, ഭാര്യനെ നോക്കണ്ട, ഒന്നും നോക്കണ്ട. അച്ഛൻ്റെ ഒറ്റത്തടി, അച്ഛനുള്ളതും കിട്ടി കഴിച്ച് ജീവിച്ച് പോയ പോരെ. എടവേ, എനിക്കൊക്കെ ഒരു കുടുംബമുണ്ട്, എനിക്കൊരു അപ്പനുണ്ട്, അമ്മയുണ്ട്, എനിക്ക് സഹോദരങ്ങളുണ്ട്, എനിക്കതൊക്കെ ഉണ്ട്. ഭാര്യയില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും?
കേട്ടോ. എന്ത് ചെയ്യാൻ പറ്റും? ഭാര്യയില്ലെന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ എല്ലാം ഉണ്ട്. നിങ്ങൾ ചിന്തിക്കണമായിരുന്നറിയോ, എൻ്റെ അപ്പന് ക്യാൻസറാ, എൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാ, രണ്ടുപേരും ക്യാൻസർ പേഷ്യൻസാ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, എല്ലാ ദിവസവും സുവിശേഷ പ്രഘോഷണത്തിന് പോകണ ജിനുവച്ചൻ്റെ അപ്പനമ്മയ്ക്കും ക്യാൻസറാ. പക്ഷെ എനിക്കതിൽ സങ്കടമൊന്നുമില്ല കേട്ടാ, എനിക്കതിൽ വിഷമവും ഇല്ല. തമ്പുരാൻ നോക്കിക്കൊള്ളുന്നേ, ഞാനതിനെ ടെൻഷൻ അടിക്കണതേ. എൻ്റെ അപ്പന് ക്യാൻസർ വന്നപ്പോൾ ഞാൻ ദൈവത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, നിനക്ക് വേണമെങ്കിൽ തന്നോ, നിനക്ക് വേണമെങ്കിൽ തന്നോ, എനിക്ക് എൻ്റെ അപ്പനെ കിട്ടിയ സന്തോഷമാണ്. എടവേ നമ്മളെന്തിനാ ടെൻഷൻ അടിക്കണേ, തമ്പുരാൻ നോക്കിക്കൊള്ളുന്ന്. എന്തിനാ ഇത്രയും സങ്കടപ്പെട്ട് ജീവിക്കണേ? എൻ്റെ അപ്പന് ആമാശയ ക്യാൻസറാണ്, വളരെ സീരിയസ് ക്യാൻസറാണ് കേട്ടോ, വളരെ സീരിയസ് ക്യാൻസറാണ് വന്നത്. പക്ഷെ ഞാൻ അപ്പോഴും പറഞ്ഞു കർത്താവിനോട്, എനിക്ക് അപ്പന് ക്യാൻസർ അപ്പനെ വന്നേന്നറിയോ, എനിക്ക് തിരുപ്പട്ടം കഴിഞ്ഞിട്ട് വന്നത്. തിരുപ്പട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അച്ഛനായിട്ട് കേട്ടോ, അച്ഛനായിട്ട് എനിക്ക് ആദ്യത്തെ ദൈവം തന്ന സമ്മാനമാണ് എൻ്റെ അപ്പന് ക്യാൻസർ. എനിക്ക് ഈ ലോകത്ത് ദൈവത്തിൻ്റെ കാര്യത്തിലല്ല, ഈ ലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അപ്പനെയാണ്. എനിക്ക് എൻ്റെ അപ്പനമ്മേനെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഞങ്ങൾ ഒറ്റത്തടികളായതുകൊണ്ട് അപ്പനമ്മ എന്ന് പറഞ്ഞ ജീവനാണ്. കാരണം അവരുള്ളൂ. പിന്നെ അപ്പനമ്മയും മരിച്ചുപോയി, ഞങ്ങൾ അനാഥരാ. ദൈവമുണ്ട് കൂടെ, പക്ഷേ ഒരു സങ്കടം വന്ന് ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാനോ രണ്ട് വർത്താനോ ദേഷ്യപ്പെടാനൊക്കെ അപ്പനോട് അമ്മയ്ക്ക് പറ്റുള്ളൂ. വേറെ ആരുടെങ്കിലും പോയി ദേഷ്യപ്പെടാൻ പറ്റും, അപ്പം കിറിക്കോട്ട് കിട്ടും. അതുള്ളതുകൊണ്ട് അപ്പനമ്മയുള്ളൂ ഞങ്ങൾക്ക്. അതുകൊണ്ട് അപ്പനമ്മ എന്ന് പറഞ്ഞ ജീവൻ എനിക്ക്. പക്ഷേ ഞാൻ ഈ ഒത്തിരി സ്നേഹിച്ച്, എനിക്ക് എൻ്റെ അപ്പനെന്ന് പറഞ്ഞ ജീവനാണ്. പക്ഷേ തനി ഈ കാട്ടുപോത്തിൻ്റെ സ്വഭാവമാണ് എൻ്റെ അപ്പന് കേട്ടോ. താനീ മുരട്ടു സ്വഭാവമാണ്, എപ്പോഴും ദേഷ്യം, വാശി. അല്ല, ഇവിടെ കുറേ അപ്പന്മാരുണ്ട് അങ്ങനെ എൻ്റെ അപ്പനെ പോലത്തെ, ഭയങ്കര ദേഷ്യക്കാരനായിരിക്കും. എൻ്റെ അപ്പനൊക്കെ അങ്ങനെയാണ്, ഭയങ്കര ദേഷ്യക്കാരനാണ്. എന്തെങ്കിലും ചോദിച്ചാൽ പോ ദേഷ്യം മാത്രമേ പെടുള്ളൂ. എപ്പോഴും വഴക്കാ, വായ തുറന്നാൽ വഴക്കുറയുള്ളൂ. അങ്ങനത്തെ ഒരു അപ്പൻ എൻ്റെ അപ്പൻ. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടം എൻ്റെ അപ്പനെയാണ്. കാരണം എനിക്ക് അത്ര ഇഷ്ടം, കാരണം പുള്ളി അതങ്ങനെയാണ്, എന്തുകൊണ്ട് അങ്ങനെ ആയെന്ന് എനിക്കറിയാം. ഞാൻ ഈ പിള്ളേരോടൊക്കെ പറഞ്ഞു കൊടുക്കാൻ പോകാറുണ്ട്. പിള്ളേർക്ക് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ അപ്പൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. എൻ്റെ അപ്പൻ എന്തുകൊണ്ട് അങ്ങനെയാണെന്നറിയാം. അമ്മയാണെങ്കിൽ ഭയങ്കര സ്നേഹമുള്ള കഥാപാത്രം, എന്തോരം വർത്താനം പറഞ്ഞാലും തീരാത്തൊരു കഥാപാത്രം. അപ്പനാണെങ്കിൽ ജന്മത്തും മിണ്ടാത്തൊരു കഥാപാത്രം. രണ്ടും എക്സ്ട്രീം ലെവലിൽ നിൽക്കുന്ന രണ്ട് കഥാപാത്രങ്ങളുടെ മോനാണ് ഞാൻ. അതുകൊണ്ട് എനിക്കൊരു സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഇവർ രണ്ട് ധ്രുവത്തിലാണ്. കാരണം അമ്മ ഫോൺ വിളിച്ച ജന്മത്തെ അവസാനിപ്പിക്കില്ല, അപ്പനാണെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് തീരും. അപ്പനോട് എന്തുണ്ട് വിശേഷം? ഒന്നുമില്ല. ചോറുണ്ടോ? കറിയും തൊട്ടാ എന്തെങ്കിലും ഉണ്ട്, നീ എന്തിനതൊക്കെ അറിഞ്ഞിട്ട്? കഴിഞ്ഞ ആഴ്ച ഞാൻ ബാംഗ്ലൂർ വരുന്ന് പോയി. അപ്പം അപ്പനോട് ചോദിച്ചു, അപ്പാ ഞാൻ ഒന്ന് ബാംഗ്ലൂർ പോവാ, അതിനിപ്പോൾ ഞാൻ തൊട്ടേണ്ടേ, നീ എവിടെയെങ്കിലും പോ. ഇതാണ് എൻ്റെ അപ്പൻ. പക്ഷെ അതിൻ്റെ ഉള്ളെന്ന് അറിയാൻ ഭയങ്കര സ്നേഹം കേട്ടോ. കാണിക്കാറില്ല. ചില മനുഷ്യരങ്ങനെയാ, കാണിക്കാറില്ല. അത് ഈ ദേഷ്യപ്പെട്ട കാണിക്കുള്ളൂ. എൻ്റെ അപ്പൻ അങ്ങനെയാ, കാണിക്കാറില്ല. ഉള്ളതറിയാം സ്നേഹം അതിന്. ഞാൻ ഇന്നും ഓർക്കും, ഞാൻ തിരുപ്പട്ടം കെട്ടി കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് എൻ്റെ അപ്പനാ. എന്തൊരു സന്തോഷം എന്നറിയോ. ഇപ്പം എൻ്റെ അപ്പൻ പുറത്തൊക്കെ പോയിട്ട് എല്ലാവരോടും പറയുന്നറിയോ, ജിനു അച്ഛൻ്റെ അപ്പൻ. എന്നെ കേൾക്കാൻ പറയില്ല, ജിനു അച്ഛൻ്റെ അപ്പൻ. എന്തൊരു അഭിമാനമെന്നറിയോ പുള്ളിക്ക്. പക്ഷെ കാണിക്കുമ്പോൾ ഭയങ്കര ദേഷ്യപ്പെടുള്ളൂ. അമ്മയാണെങ്കിൽ തിരിച്ച ഭയങ്കര സ്നേഹം, അള്ളിപ്പിടിക്കണ സ്നേഹം. എന്തോരം വിഷമിച്ച് വിളിച്ചാലും അവസാനം അമ്മയുടെ വിഷമം കേട്ടിട്ട് ഞാൻ അങ്ങോട്ട് പറയും, അമ്മേ പോട്ടെ, നമ്മൾ വിഷമം കൊണ്ട് വിളിച്ചതാ. പക്ഷെ അവസാനം അമ്മയുടെ വിഷമം കേട്ടിട്ട് നമ്മൾ അമ്മേനെ ആശ്വസിപ്പിക്കേണ്ടി വരും. അപ്പനാണെങ്കിൽ തിരിച്ചാ, അപ്പന് നമ്മുടെ സൗണ്ട് മാറി അപ്പറിയാം. അപ്പനെ എടുത്തോടി കറിയും, എന്തടാ? ഒന്നുമില്ലപ്പാ. ദേഷ്യപ്പെട്ട ചോദിക്കുള്ളൂ കേട്ടാ. നമ്മൾ സങ്കടപ്പെട്ട് വിളിച്ചാലും എന്തടാ ചോദിക്കുള്ളൂ, അല്ലാണ്ട് മോനെ പോട്ടെ അങ്ങനത്തെ വർത്താനില്ല. അവസാനം പറയണ ഒറ്റ ഡയലോഗുള്ളൂ, നിന്നെ ഞാൻ വിട്ടതേ തമ്പുരാൻ്റെ അടുത്തേക്കാ, എന്നോട് പറയണ്ട, തമ്പുരാൻ്റെ അടുത്ത് പോയിരിക്കും. ഒറ്റ ഡയലോഗ് ഒരാൾ, തമ്പുരാൻ്റെ അടുത്ത് പോയിരിക്കും. നീ എന്നോട് പറഞ്ഞത് എക്സ്പ്ലെയിൻ ചെയ്താൽ ഉത്തരം തരാൻ എനിക്ക് പറ്റില്ല, നീ തമ്പുരാൻ്റെ അടുത്ത് പോയിരിക്കും. അത്ര എൻ്റെ അപ്പം പറയുള്ളൂ. ആ അപ്പനാണ് എൻ്റെ തമ്പുരാൻ. ഞാൻ ഒത്തിരി സ്നേഹിക്കണ അപ്പനാണ് തമ്പുരാൻ ക്യാൻസർ കൊടുത്തത്. ഞാൻ പറയാം, നിങ്ങൾ ഒത്തിരി സ്നേഹിക്കുന്ന കാര്യത്തിൽ തമ്പുരാൻ നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യും കേട്ടോ. ചോദ്യം ചെയ്തിരിക്കും, ഉറപ്പ്. നിങ്ങൾ എന്തിനെയാണോ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആ കാര്യത്തിൽ തമ്പുരാൻ നിങ്ങളുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്തിരിക്കും. വലുതരം ഉയർത്തി പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അമ്മയാണെങ്കിൽ അമ്മയ്ക്കും ക്യാൻസറാണ് കേട്ടോ, 2 എണ്ണത്തിനും ക്യാൻസർ കൊടുത്തു. അമ്മയാണെങ്കിൽ തിരിച്ചാൽ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. എന്തോരം വർത്താനം പറയുന്നറിയോ, എന്തോരം വർത്താനം. ഫോൺ വിളിച്ചത് നിർത്തുവാത്തൊരു സാധനം. കഴിഞ്ഞ ദിവസം വിളിച്ചിട്ട് പറയാം, മോനെ ഇവിടെ മഴയാ. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നമ്മയ്ക്ക് കുഴപ്പമില്ല, മഴ വേണമെങ്കിൽ പെയ്യട്ടെ. കുറച്ചാളും വിളിച്ചിട്ട് പറയാം, കിച്ചു പ്രസവിച്ചു എന്ന്, വീട്ടിലെ പൂച്ചയാ. ഞാൻ പറഞ്ഞ, പൊന്നമ്മേ ഞാനല്ല ഉത്തരവാദി,
അമ്മ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും എന്നോട് പറയേണ്ട ആവശ്യമില്ല. എൻ്റെ അമ്മയുടെ നേച്ചർ അങ്ങനെ എല്ലാ കാര്യങ്ങളും പറയും. ഞാൻ ഇന്നും ഓർക്കും, എൻ്റെ അപ്പൻ അങ്ങനെ ചിരിക്കുകയോ വലിയ വർത്തമാനം പറയുമോ അങ്ങനത്തെ ഒന്നും നേച്ചറില്ല. അപ്പൂപ്പ മരിക്കുക, എൻ്റെ അപ്പച്ചൻ്റെ അപ്പൻ, എൻ്റെ അപ്പൂപ്പൻ ഇങ്ങനെ നിൽക്കണ സാഹചര്യം, എൻ്റെ അപ്പൂപ്പ മരിച്ചു കിടക്കണു, എൻ്റെ അപ്പൻ ഇങ്ങനെ നിൽക്കുക. നമ്മുടെ ഇവിടുത്തെ ചേട്ടന്മാർ കുറച്ച് ചേട്ടന്മാർ ഇരിക്കണ പോലെ ഏറ് പിടിച്ച് ഇങ്ങനെ. അപ്പം എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ മിണ്ടാൻ പറ്റത്തില്ല അപ്പനോട്. അമ്മ അധികം മിണ്ടത്തില്ല, കണ്ടു പൊട്ടിക്കിട്ടും, അതുകൊണ്ട് മിണ്ടത്തില്ല. അതുകൊണ്ട് അമ്മ എന്നെ നോക്കിയിട്ട് എൻ്റെ അപ്പൻ ഇങ്ങനെ ഉപ്പ് തൂണ് പോലെ വെക്കണു, ഞാൻ സൈഡിൽ ഇപ്പുണ്ട്, അമ്മ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പനാണെങ്കിൽ ഒട്ടും കരയുന്നില്ല. നാട്ടുകാർ വീട്ടുകാരൊക്കെ കരയുന്നുണ്ട്, എൻ്റെ അപ്പം മാത്രം കരയണില്ല. അവസാനം എൻ്റെ അമ്മ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ. അപ്പം ഞാൻ അമ്മ പിന്നെ ഞാൻ ചെന്നിട്ട് പിന്നെ അത് പറയാൻ പറ്റത്തില്ല, ക്യാമറ ഒക്കെ പോകണോട് തെറിയ. എന്നെ അപ്പനെ വിളിച്ചു, അപ്പാ എന്താടാ പോട്ടെ അപ്പാ. ആർക്ക് വോട്ട് ചെയ്തു? വിഷമിക്കണ്ടപ്പാ. ആർക്ക് വിഷമം? സ്വന്തം അപ്പം മരിച്ചെടുക്കാ, ആർക്ക് വിഷമം? അതെന്ത് പറഞ്ഞാലും തർക്കുത്തരം പറയുമെന്ന് എനിക്കറിയാം. അവസാനം ഞാൻ ഈ കൈക്ക് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് കൈകളിട്ടിട്ട് ഞാൻ വലിച്ച വഴിക്ക് എന്നോട് അടുത്ത് പറഞ്ഞ ഡയലോഗ്, ക്യാമറ ഇരിക്കണു ഞാൻ പറയത്തില്ല, ഞങ്ങൾ അങ്കമാലിക്കാർ സ്ഥിരം പറയുന്നൊരു ഡയലോഗാ, എടപ്പൂ കേട്ടോ. പക്ഷേ എനിക്ക് ഈ ലോകത്തെ ഏറ്റവും ഇഷ്ടം എൻ്റെ അപ്പനെയാണ്. അപ്പന് ക്യാൻസർ വന്നപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ ഊറാലി എടുത്ത് കർത്താവിൻ്റെ വചനം പ്രസംഗിക്കാൻ ഇറങ്ങി തിരിച്ചത് എൻ്റെ അപ്പന് ദൈവം ക്യാൻസർ കൊടുത്തുകൊണ്ടാണ് കേട്ടോ. ഞാൻ ആ തമ്പുരാന് എൻ്റെ അപ്പന് ക്യാൻസർ കൊടുത്തതിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നൊരു വ്യക്തിയാണ് ഞാൻ കേട്ടോ. എൻ്റെ അപ്പന് ക്യാൻസർ കൊടുത്തതിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന വ്യക്തിയാണ്. കാരണം അപ്പന് ക്യാൻസർ കൊടുത്തില്ലായിരുന്നുവെങ്കിൽ ജിനുവച്ചൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കില്ലായിരുന്നു കേട്ടോ. വലുതരം ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഞാൻ പറയുന്നത് ചില ദുരിതങ്ങൾ, ചില വേദനകൾ, ചില സങ്കടങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ ചിന്തിച്ചു കൊള്ളണം, നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന് എന്തോ പദ്ധതി ഉണ്ട് അതിൻ്റെ പിന്നിൽ. അല്ലാണ്ട് നിങ്ങളുടെ നാശത്തിന് വേണ്ടിയിട്ടുള്ളതല്ല, അത് നിങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടുള്ളതാ. ജീവിതത്തിൽ എപ്പോഴും ചിന്തിച്ചു കൊള്ളണം. എൻ്റെ അപ്പന് ഈ ആമാശയ ക്യാൻസർ വന്നിട്ട് ഓപ്പൺ സർജറി 4th സ്റ്റേജ് കഴിഞ്ഞിട്ടാണ് നമ്മൾ തിരിച്ചറിയണേ. 4th സ്റ്റേജ് കഴിഞ്ഞിട്ട് കാണിക്കാവുന്ന എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ടേ കാണിച്ചു. എല്ലാവരും പറഞ്ഞു അപ്പം മരിക്കും, അപ്പം മരിക്കും, അപ്പം മരിക്കും. കാരണം 4th സ്റ്റേജ് കഴിഞ്ഞു, എല്ലാ പരിപാടിയും തീർന്നു, ശരീരം മുഴുവൻ വ്യാപിച്ചേക്കാം. ആമാശയ ക്യാൻസറിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ഈ ആമാശയത്തിൽ ക്യാൻസർ വന്നാൽ ശരീരം മുഴുവൻ അത് വ്യാപിക്കും. കാരണം ആമാശയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചെറുകുടൽ, വൻകുടൽ, പല ഗ്രന്ഥികൾ. കാരണം നമ്മൾ ഭക്ഷണം കഴിച്ചിട്ട് ഭക്ഷണം പോകുന്നത് ആമാശയത്തിലേക്കാണ്. ആമാശയത്തിന് ക്യാൻസർ വന്നാൽ അത് ശരീരം മുഴുവൻ അത് ബാധിക്കും. അതുകൊണ്ട് ആമാശയ ക്യാൻസർ വന്നവർ അധിക നാൾ ജീവിക്കാറില്ല. എൻ്റെ അപ്പന് ക്യാൻസർ വന്നിട്ട് ഞങ്ങൾ തൊട്ടടുത്തുള്ള LF ഹോസ്പിറ്റലിൽ ചെല്ലാം. കൊണ്ടേ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, ജിനുവച്ച അപ്പന് ക്യാൻസറാ, 4th സ്റ്റേജ് കഴിഞ്ഞേക്കാ, അപ്പനോട് പറയണ്ടട്ടാ, അപ്പനോട് പറയണ്ടെന്ന്. കാരണം അപ്പനെന്നറിഞ്ഞാൽ രോഗം മൂർച്ഛിക്കും, പെട്ടെന്ന് മരിക്കും. അമ്മ അറിയണ്ട അച്ഛാ, പെങ്ങളറിയണ്ട. കാരണം അമ്മയും പെങ്ങളറിഞ്ഞ അപ്പനറിയും. ഞാനും ചേട്ടനും മാത്രമേ ഇത് അറിഞ്ഞിട്ടുള്ളൂ. അവിടുന്ന് അപ്പനെ കാണിക്കാവുന്ന എല്ലാ ഹോസ്പിറ്റലും കൊണ്ടേ കാണിച്ചു. എല്ലാവരും വിധി എഴുതി, അപ്പം മരിക്കും, അപ്പം മരിക്കും, അപ്പം മരിക്കും. കാരണം 4th സ്റ്റേജ് കഴിഞ്ഞു, ശരീരം മുഴുവൻ ക്യാൻസർ ബാധിച്ചേക്കണു. അവസാനം ലൂർദ് ഹോസ്പിറ്റലിലെ മധു ഡോക്ടർ, നിങ്ങൾ ആർക്കും വേണമെങ്കിലും സംശയമുണ്ടോ പോയി ചോദിച്ചോ. ലൂർദ് ഹോസ്പിറ്റലിലെ മധു ഡോക്ടറിൻ്റെ അടുത്ത് ഞങ്ങൾ ചെല്ലാം. ഡോക്ടർ കണ്ട വഴിക്ക് ഞങ്ങൾ ചോദിച്ചു, ഡോക്ടറെ എന്തെങ്കിലും വഴിയുണ്ടോ? അച്ഛാ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, 4th സ്റ്റേജ് കഴിഞ്ഞേക്കാം. റിപ്പോർട്ടുകൾ മുഴുവൻ പരിശോധിച്ചിട്ട്, ഞാൻ ചുരുക്കി പറയാം, റിപ്പോർട്ടുകൾ മുഴുവൻ പരിശോധിച്ചിട്ട് പറയാം, അച്ഛാ വേറൊന്നും ചെയ്യാനില്ല, അപ്പം മരിക്കും. ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ എന്തെങ്കിലും ഒരു വഴി. എൻ്റെ കണ്ണീര് കണ്ടിട്ട് ഡോക്ടർ പറഞ്ഞു, അച്ഛാ ഓപ്പൺ സർജറിയേ പറ്റുള്ളൂ. ഓപ്പൺ സർജറി എന്ന് വെച്ചാൽ കഴുത്തിൻ്റെ ഇവിടെ തൊട്ട് അടിവയറ് വരെ ഇങ്ങനെ കീറണം. ഇത് കീറി വെച്ചിട്ട് പിന്നെ സർജറി ചെയ്യാൻ പറ്റുള്ളൂ, തുറന്നോ ഓപ്പൺ സർജറി ചെയ്യാൻ പറ്റുള്ളൂ. ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടറെ നമുക്ക് ചെയ്യാം. എൻ്റെ ചേട്ടനോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, ജിനുവേ നീ എന്തിൻ്റെ പേരിൽ അത് സമ്മതിക്കണേ? കാരണം ഓപ്പറേഷൻ ചെയ്യാൻ പോണ ഈ കണ്ട ഹോസ്പിറ്റൽ മുഴുവൻ പറഞ്ഞത് ഓപ്പൺ സർജറി ചെയ്താൽ അപ്പം മരിക്കുന്ന, കത്തി വെച്ചാൽ അപ്പനെ കീറിയാൽ അപ്പം മരിക്കും. കാരണം അത്രയും കണ്ടീഷൻ മോശമാണ്. അപ്പൻ്റെ റിപ്പോർട്ടുകൾ അതന്നെ പറയണേ. ഞാൻ പറഞ്ഞു, ചേട്ടനോട് പറഞ്ഞു, ചേട്ടാ വീട്ടുകാർ ചോദിക്കില്ലേ അപ്പന് ക്യാൻസർ വന്നിട്ട് നിങ്ങൾ 2 മക്കളുണ്ടായിട്ട് ചികിത്സിക്കാൻ പറ്റിയില്ലേന്ന്? നമ്മളിന്ന് ഉത്തരം പറയും. അവസാനം എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ചേട്ടൻ പറഞ്ഞു, എന്നാൽ നമുക്ക് ചെയ്യാടാ. ഞങ്ങളൊരു ലൂർദ് ഹോസ്പിറ്റലിലെ മധു ഡോക്ടറോട് പറഞ്ഞപ്പോൾ മധു ഡോക്ടർ പറഞ്ഞൊരു കാര്യമുണ്ട്, ജിനുവച്ച എനിക്ക് ഉറപ്പൊന്നുമില്ല ചെയ്ത് കഴിഞ്ഞാൽ, കാരണം ഓപ്പൺ സർജറിയാ, റിപ്പോർട്ടുകൾ വളരെ മോശം അപ്പൻ്റെ. അതുകൊണ്ട് നിങ്ങൾ 2 പേര് എഴുതി ഒപ്പിട്ട് തന്നെ ഓപ്പറേഷൻ്റെ സമയത്ത് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആശുപത്രിക്ക് അതിന് ഉത്തരവാദിത്തം ഉണ്ടാവില്ലെന്നാണ്. ഞങ്ങൾ എഴുതി ഒപ്പിട്ടെടുത്തു.
എഴുതി ഒപ്പിട്ട് കൊടുത്ത്. നിങ്ങൾ ഓർക്കേണ്ട കാര്യം, ക്യാൻസർ ഓപ്പറേഷൻ ചെയ്യാൻ പോണ അപ്പനറിയാൻ പാടില്ല അപ്പന് ക്യാൻസറാന്ന്, അമ്മയ്ക്ക് അറിയാൻ പാടില്ല, പെങ്ങൾക്ക് അറിയാൻ പാടില്ല. ഞാനുണ്ടല്ലോ. എന്നിട്ട് അപ്പനെ ഈ ഓപ്പറേഷൻ്റെ ഡേറ്റ് എടുത്തുകൊണ്ട്, ചുരുക്കി പറയാ, ഡേറ്റ് എടുത്തുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവാ. അപ്പനും ഞാനും ചേട്ടനും. അപ്പൻ്റെ 2 സുഹൃത്തുക്കൾ. നാട്ടുകാരുടെ വീട്ടുകാരോട് പറയാൻ പറ്റുമോ? ആർക്കും അറിയാൻ പാടില്ല. നേരെ ഹോസ്പിറ്റലിൽ ചെന്ന് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റണ സമയത്ത് അപ്പനിങ്ങനെ കിടക്ക, 2 കരോ ഇങ്ങനെ പിടിച്ചിട്ടുണ്ട്. ഞാൻ അപ്പൻ്റെ കൈക്ക് പിടിച്ചേക്ക, വലത്ത് കൈക്ക്, ചേട്ടൻ ഇടത്ത് കൈക്ക്. ചേട്ടൻ ഇരുന്ന് കരയാ. കാരണം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റണ അപ്പൻ തിരിച്ചു വരുമെന്ന് ഉറപ്പില്ല. ഞങ്ങൾ 2 മക്കൾക്ക്. അപ്പനറിയാൻ പാടില്ല ആ കേസ്, അപ്പന് ക്യാൻസറാണ്, അപ്പനെ ട്രീറ്റ്മെൻറ്റിനെ കയറ്റണേന്ന്. അപ്പനിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പൻ നോക്കി കഴിഞ്ഞപ്പോൾ ചേട്ടൻ കരയാ, എൻ്റെ ചേട്ടൻ കരയാ. ചേട്ടൻ കരയണപ്പോൾ അപ്പൻ ചോദിച്ചു, ഡാ ബിനു, എന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു, എടാ പോയേ നീ. ഞാൻ ഇങ്ങനെ തട്ടി. ഞാൻ അധികം കരയാത്തൊരു ടീമാ. ഞാൻ ചേട്ടനിങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, ചേട്ടൻ പോയി, കൈ പിടിച്ചിട്ട് പോയി. ഞാനിങ്ങനെ നിൽക്കുക, എൻ്റെ മുഖം ഇങ്ങനെ ചുമക്ക, കണ്ണ് നിറയാ. കാരണം അപ്പനറിയാം ഞാൻ അധികം കരയില്ല എന്നറിയാം, എന്ത് വന്നാലും പിടിച്ചിക്കണൊരു മോനാന്നറിയാം. അപ്പൻ എന്നോട് ചോദിച്ചു, നിൻ്റെ മുഖം എന്താ ചുമക്കണേ? ഞാൻ പറഞ്ഞു, അപ്പാ ഒന്നുമില്ലപ്പാ. കണ്ണെന്തിനാ നിറയണേ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ലപ്പാ. അപ്പനെന്താടാ പ്രശ്നം? ഞാൻ പറഞ്ഞു, ഒന്നുമില്ലപ്പാ. ഞാനിങ്ങനെ നിന്ന് പരിങ്ങ. പിന്നെ ചേട്ടൻ എന്തിനാ കരയണേ? ഞാൻ പറഞ്ഞു, ഒന്നുമില്ലപ്പാ. അവളെന്തേ? അമ്മ എന്തേന്ന് ചോദിക്കണേ? വരുവപ്പാ. പെങ്ങളെന്താടാ? വരുവപ്പാ. പിന്നെ നീ എന്തിനാ ഇങ്ങനെ പരങ്ങണേ? ഞാനിങ്ങനെ നിന്ന് പരങ്ങണുണ്ടപ്പോൾ അവിടുത്തെ നേഴ്സ് വന്നിട്ട് പറഞ്ഞു, ജിനുവച്ചാ സമയമായി, നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റാ. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റിയ സമയത്ത് ഞാൻ അങ്ങോട്ട് പോയെന്നറിയോ, ഈ ലൂർദ് ഹോസ്പിറ്റലിൽ ചെറിയൊരു ചാപ്പലുണ്ട്, ചെറിയൊരു പള്ളി. ഈ പള്ളിയിൽ കർത്താവിൻ്റെ തൂങ്ങപ്പെട്ട രൂപമുണ്ട്. നിങ്ങൾക്കറിയാം, ഞങ്ങളുടെ പള്ളിയിലൊക്കെ കർത്താവിൻ്റെ തൂങ്ങപ്പെട്ട രൂപമുണ്ടാവും. ഈ തൂങ്ങപ്പെട്ട രൂപത്തിൻ്റെ മുമ്പിൽ പോയി നിന്നു ഞാൻ. അന്ന് ഈ കുപ്പായിട്ടുണ്ട്, ഈ ലോഹ, ഈ കുപ്പായിട്ട്. അന്ന് എൻ്റെ കരങ്ങൾ, അന്ന് വരെ എൻ്റെ കരങ്ങൾ പൊന്തിയിലായിരുന്നു. പക്ഷെ അന്ന് എൻ്റെ അപ്പനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റണ അന്ന് എൻ്റെ 2 കരവും ഞാൻ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട് ഞാനിങ്ങനെ സത്യം പറഞ്ഞ ആ കുരിശിലേക്ക് നോക്കിയിരുന്ന് കരയാ. ഞാൻ അന്ന് വരെ അങ്ങനെ കരഞ്ഞിട്ടില്ല. ഞാനിന്ന് കരയെ ശരിക്കും പറഞ്ഞ കർത്താവേ, ഞാൻ അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്നും എൻ്റെ മനസ്സിലുണ്ട്. ഈ 2 കൈ പൊക്കി പിടിച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചത് ഇങ്ങനെയാ, ദൈവമേ, നിന്റെ കാസയും പിലാസി എടുക്കണ കയ്യേ ഇത്. എനിക്കെൻ്റെ അപ്പനെ വേണം, വേറെ ഒന്നും വേണ്ട. തളർന്നിട്ടാണെങ്കിലും ഞാൻ കൊണ്ടുപോയിക്കോളാം. മരിച്ചെന്ന് മാത്രം പറയില്ലേ, എന്നെ കൊണ്ട് താങ്ങില്ല. കാരണം പൗരോഹിത്യ ജീവിതം തുടങ്ങിയിട്ടുള്ളൂ. ഞാൻ ഇങ്ങനെ 2 കൈ പിടിച്ചിരുന്ന് കരയാ. എൻ്റെ കരച്ചിൽ കണ്ടിട്ട് പള്ളിയുടെ അകത്തിരിക്കണ പലരും വന്നിട്ട് എന്നോട് ചോദിച്ചു, അച്ഛൻ എന്തിനാ കരയണേ? ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ മാറിയിരിക്കും. സ്നേഹം നിറഞ്ഞവരെ, 8 മണിക്കൂർ നീണ്ടുന്ന സർജറി ആയിരുന്നു. 8 മണിക്കൂർ ഓപ്പൺ സർജറി അല്ലേ, കഴുത്തിൻ്റെ ഇവിടെ നിന്നിട്ട് അടിവേറ് വരെ കീറി വെച്ചിട്ട് 8 മണിക്കൂർ നീണ്ടുന്ന സർജറി ആയിരുന്നു. 8 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയാ, ജിനുവച്ചാ ഒന്നും പറയാറായിട്ടില്ല, പ്രാർത്ഥിക്ക്. പിറ്റേ ദിവസം ഞാൻ ഓടിച്ചെന്നു. അപ്പോഴും ഡോക്ടർ പറയാ, അച്ഛനൊന്നും പറയാറായിട്ടില്ല, ഞാൻ നോക്കട്ടെ. 2 ദിവസത്തിന് ശേഷം ഞാൻ ചെല്ലുമ്പോണ്ടല്ലോ, ഡോക്ടറിനോട് 2 ദിവസത്തിന് ശേഷം ഡോക്ടറൊന്നും മിണ്ടണില്ല. ഞാൻ പള്ളിയുടെ അകത്തിരിക്കുക. അപ്പോഴേക്കും വീട്ടുകാരറിഞ്ഞു, അമ്മ അറിഞ്ഞു, പെങ്ങളറിഞ്ഞു, നാട്ടുകാരറിഞ്ഞു. അമ്മ വന്നിട്ട് എൻ്റെ കോളറിനെ പിടിച്ചിട്ട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, എന്തിനാണ് അപ്പനെ കൊലയ്ക്ക് കൊടുത്തേ? 2 മാസമെങ്കിൽ 2 മാസം അപ്പൻ ജീവിക്കില്ലായിരുന്നോ? പെങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ കണ്ട ഡോക്ടർമാരും മുഴുവൻ പറഞ്ഞല്ലേ, ചേട്ടായി അപ്പം മരിക്കുമെന്ന് ഓപ്പറേഷൻ ചെയ്താ, പിന്നെ എന്തിനാ ചേട്ടായി അത് ചെയ്തേ? എനിക്ക് ഉത്തരവില്ല. ഞാൻ മിണ്ടാതിരിക്കുക. പള്ളിയിലേക്ക് നോക്കി, കർത്താവിൻ്റെ തൂങ്ങപ്പെട്ട രൂപത്തിലേക്ക് നോക്കി. ഈ 2 ദിവസത്തിന് ശേഷം അത് ഡോക്ടർ പറയാ, ജിനുവച്ചനോടൊന്ന് വരാൻ പറ. ഞാൻ ചെല്ലണ സമയത്ത് എൻ്റെ ചങ്കിടിപ്പ് ഇങ്ങനെ കൂടി വരാ. മരിച്ചു എന്ന് പറഞ്ഞ എൻ്റെ അമ്മയോട് എന്ത് പറയും, പെങ്ങളോട് എന്ത് പറയും, വീട്ടുകാരോട് എന്ത് പറയും? എനിക്ക് ഉത്തരവില്ല. 2 മാസമെങ്കിൽ 2 മാസം അപ്പം ജീവിക്കായിരുന്നു, ഞാനാ കൊന്നേന്ന് പറയുള്ളൂ. ഞാൻ ചെല്ലണ സമയത്ത് ഡോക്ടർ വാതിലോർന്ന് അകത്ത് കയറിയപ്പോൾ എൻ്റെ കണ്ണിങ്ങനെ നിറയാ. ഞാൻ ഡോക്ടറിൻ്റെ ടേബിളിൻ്റെ അടുത്ത് തൊട്ട് ഈ 2 കൈ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് പറയാ, ഡോക്ടറെ എന്തിനാ വിളിപ്പിച്ചേ? ഡോക്ടർ കസേരയിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ എനിക്ക് സംശയമായി, ദൈവമേ, എന്നെ ആശ്വസിപ്പിക്കാൻ വരിക, മരിച്ചു എന്ന് പറയാനായിരിക്കും ആശ്വസിപ്പിക്കാൻ വരിക. ഞാൻ എൻ്റെ അടുത്ത് വന്നിട്ട് ഡോക്ടറെ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ തട്ടിയിട്ട് എന്നോട് പറയാ, ജിനുവച്ചാ, ഇന്നലെ ഞാൻ അപ്പനെ പോയി നോക്കുമ്പോൾ ഞങ്ങളൊക്കെ വിചാരിച്ചത് അപ്പം മരിച്ചു എന്നാ. കാരണം അപ്പൻ്റെ കണ്ടീഷൻ അത്ര മോശം അച്ഛാ. പക്ഷെ ഇന്ന് രാവിലെ ഞാൻ അപ്പനെ പോയി നോക്കുമ്പോൾ അച്ഛാ, എനിക്കൊരു കാര്യം അച്ഛനോട് പറയാനുണ്ട്. അച്ഛൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ശക്തി ഉണ്ട് കേട്ടാ. അച്ഛൻ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന് ശക്തി ഉണ്ട്. വലതരം ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഡോക്ടറിനോട് പറഞ്ഞൊരു കാര്യമാണ്, അച്ഛാ, ഞങ്ങളൊക്കെ മരിക്കുന്നു പറഞ്ഞ അപ്പൻ ദേ ഇപ്പോ ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങളൊക്കെ മരിക്കുന്നു പറഞ്ഞ അപ്പൻ ദേ ഇപ്പൊ ജീവിച്ചിരിപ്പുണ്ട്. അന്ന് ഡോക്ടർ ഒരു കാര്യം കൂടി പറഞ്ഞു എന്നോട്, ഒരു കാര്യം കൂടി എഴുതി തന്നിട്ടുണ്ട്.
അച്ഛ കൂടി വന്ന അപ്പനുണ്ടല്ലോ 1 വർഷം ജീവിക്കുള്ളൂട്ടാ. ആമാശി ഇത്ര ഉള്ളൂ, 1 വർഷം ജീവിക്കുള്ളൂ അപ്പൻ. നിങ്ങൾ എൻ്റെ വീട്ടിൽ പോരെ, കവരപ്പറമ്പിൽ എൻ്റെ വീട്ടിൽ പോരെ. 10 വർഷം കഴിഞ്ഞു, ആ സാധനം പോയിട്ടില്ല. ഞാൻ എന്തിനത് പറഞ്ഞതറിയോ മക്കളെ? എൻ്റെ സങ്കടം പറയാനല്ല. അന്നിട്ടതാ ദേ ഊറാല, അന്നിട്ട് ഇറങ്ങി തിരിച്ചതാ ഈ ബൈബിളും കൈപ്പിടിച്ച്. ഞാൻ വിശ്വസിക്കുക എൻ്റെ ദൈവത്തിൽ, കാരണം അവൻ്റെ വചനത്തിന് ശക്തിയുണ്ട്. പ്രാർത്ഥിച്ച ദൈവം തരും, കണ്ണീരൊഴുക്കി നീ ദൈവത്തെ വിളിച്ച ദൈവം തന്നിരിക്കും, ഉറപ്പത്. അതെനിക്ക് ഉറപ്പാ. അതുകൊണ്ടാണ് ഞാൻ നിൽക്കണേ ഇങ്ങനെ. ആര് വിളിച്ചാലും പോവും, എവിടെ വിളിച്ചാലും പോവും. കാരണം എന്നറിയോ, എനിക്ക് വിശ്വാസമുണ്ട്. ദൈവത്തെ മനസ്സറിഞ്ഞ് ഒരുത്തൻ വിളിച്ചാൽ, കണ്ണീരൊഴുക്കി വിളിച്ചാൽ അവൻ ഇറങ്ങി വരും. വലത് കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞേ, ഞാൻ എൻ്റെ അപ്പനെ എപ്പോഴും എനിക്കൊരു സങ്കടം വരുമ്പോണ്ടല്ലോ അപ്പനെ വിളിക്കും വീഡിയോ കോളിൽ. എന്തിനാണെന്നറിയോ? അപ്പൻ ഷർട്ട് ഇടാണ്ട് വിൽക്കാറ് നടക്കാറുള്ള വീട്ടിൽ. അപ്പനെ വിളിച്ചിട്ട് പറയും, അപ്പാ നേരെ ഒന്ന് പിടിക്ക്. അപ്പനറിയാം ഇപ്പോൾ നേരെ പിടിക്കാൻ പറഞ്ഞ എന്തിനാന്ന്. അപ്പൻ്റെ ചതേ കഴുത്തിൻ്റെ ഇവിടെ നിന്നോട്ട് അടിവയറ് വരെ ഒരു പാട് കിടക്കുന്നുണ്ട്. ഇപ്പോൾ വട്ടം കീറിയൊരു പാട്. ദൈവം വരച്ച വരാന്ന് ഞാൻ പറയണതിനെ. നിൻ്റെയൊക്കെ ജീവിതത്തിൽ ദൈവം വരയ്ക്കും. നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്, നീ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്. കണ്ണീരൊഴുക്കി ദൈവത്തെ ഒന്ന് വിളിച്ചോക്ക്. നിന്റെ ഏത് സങ്കടത്തിനും ദൈവം ഉത്തരം തരുന്നേ. നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ, നിങ്ങളുടെ ഒരു 10-30 ലക്ഷം രൂപ കടബാധ്യത മാറ്റാൻ കഴിവില്ലാത്തൊരു ദൈവമാണോ നമ്മുടെ ദൈവം? പറ. അല്ല. നിന്റെ ജീവിതത്തിന് സങ്കടങ്ങൾ മാറ്റാൻ കഴിവില്ലാത്തൊരു ദൈവമാണോ നമ്മുടെ ദൈവം? പറ. അല്ലാതെ. നമ്മുടെ ദൈവം അത്രയും ശക്തിയുള്ളൊരു ദൈവമാണ്. സത്യം പറയണേ. നീ എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും അച്ഛനൊന്നും കുഴപ്പമില്ലല്ലോ, എനിക്ക് എന്തോരം അസുഖങ്ങളുണ്ടെന്നറിയോ? എൻ്റെ തലയിലൊരു സർജറി കഴിഞ്ഞതാ കേട്ടോ, ഒരു സർജറി കഴിഞ്ഞതാ. അതിങ്ങനെ ഒരു പാട് കിടക്കുന്നു. ഞാൻ സാധാരണ കാറിനെ വരാറ് ഈ ഭാഗത്തേക്കൊക്കെ ഒത്തിരി പ്രസംഗിക്കാൻ വന്നിട്ടുള്ളതാ. പക്ഷെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായതാ, തല ഇങ്ങനെ പൊളിഞ്ഞുപോയി. അതുകൊണ്ട് പിന്നെ കാറ് ഇപ്പം അധികം എടുക്കാറില്ല. അമ്മയ്ക്ക് പേടിയാ കാറിന് പോയാൽ ചിലപ്പോൾ ഈ പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് പോകുമ്പോൾ ക്ഷീണിച്ചു പോകും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ AC, കാറിനകത്ത് AC, പിന്നെ കുഷൻ പോലത്തെ ഒരു കസേര ഉള്ളതുകൊണ്ട് ഉറങ്ങിപ്പോവും. അതുകൊണ്ട് ഉറങ്ങിപ്പോയതാ, വണ്ടി ഇടിക്കും. അതുകൊണ്ട് ഒരു സർജറി കഴിഞ്ഞ തലയാ, 16 സ്റ്റിച്ചുണ്ട് ഈ തലയിൽ. ഈ 2 കൈയുടെ സർജറി കഴിഞ്ഞതാ കേട്ടോ, 2 കൈയുടെ സർജറി കഴിഞ്ഞതാ കേട്ടോ. ഈ കൈ ഇങ്ങനെ ത്രൂ ഔട്ട് കറങ്ങും. എന്നോട് ഇപ്പോൾ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് അച്ഛനെ കറക്കല്ലേ, അച്ഛനെ തേയ്മാനം വന്നുകൊണ്ടിരിക്കുക കൈക്ക്. ഞാൻ പണ്ട് എൻ്റെ യൂട്യൂബ് ചാനലൊക്കെ പോയിട്ട് ഒന്ന് അടിച്ചു നോക്കിയാൽ പണ്ടത്തെ എൻ്റെ പ്രസംഗത്തിലൊക്കെ ഞാൻ ഇങ്ങനെ കൈ കറക്കി കാണിക്കുന്നുണ്ട്. കാരണം എനിക്കിവിടെ പിടുത്തമില്ല, സർജറി കഴിഞ്ഞതുകൊണ്ട് പിടുത്തമില്ല, തേയ്മാനമാണ് ഇപ്പം ഇങ്ങത്. വയറ്റത്തൊരു സർജറി കഴിഞ്ഞതൊരു കുരുണ്ടായതാണ്, ക്യാൻസർ പോലെ കേട്ടോ. ഒരു 12 സ്റ്റിച്ചിട്ടുണ്ട്. ആരും വരണ്ട, അത് കാണിച്ചു തരാൻ പറ്റില്ല, കാണാതെ വിശ്വസിക്കുക കേട്ടോ. തലയിലൊക്കെ വേണമെങ്കിൽ കാണിച്ചു തരാം, ഇത് കഴിയുമ്പോൾ വന്നാൽ മതി, ഷോ ഉണ്ടാവും. ഞാനവിടെ കുരിഞ്ഞെന്നോളാം, നിങ്ങളെല്ലാവരും കണ്ടിട്ട് നോക്കോ കേട്ടോ. ചിലരൊക്കെ കണ്ടാലേ വിശ്വസിക്കുള്ളൂ, എന്ത് ചെയ്യാൻ പറ്റും. തലയിൽ കൈക്ക് വയറ്റത്തൊരു സർജറി കഴിഞ്ഞതാ, 2 മുട്ടിന് സർജറി കഴിഞ്ഞതാ. 2 മുട്ടും ലിഗമെന്റ് സർജറി ആയിരുന്നു, 2 മുട്ടും. 2 കണ്ണങ്കാലും സർജറി കഴിഞ്ഞതാ. നിങ്ങളെന്നെ കണ്ടാ പറയോ? കണ്ടാ പറയോ? ഇല്ല. ഇത്രയും സർജറി കഴിഞ്ഞ മനുഷ്യനാണ് എൻ്റെ, ആരും എന്നെ കണ്ടാ പറയില്ല. കാരണം ഞാൻ നല്ല സുന്ദരനല്ലേ? പറ. ഓ എൻ്റെ കർത്താവ്, ഇത്രയും കേട്ടാൽ മതി. ഇത് ഇത്ര സർജറി ചെയ്താൽ എന്താ, സുന്ദരനാന്ന് പറഞ്ഞാൽ പിന്നെ ഇത്രയും കഴിഞ്ഞില്ലേ. ഞാനൊരിക്കൽ ഈ കൊല്ലത്തെ കൈകെട്ടി ഈശോയുടെ പള്ളിയുണ്ട്, തുയ്യം പള്ളി എന്ന് പറയും, തുയ്യം പള്ളിയിൽ പോയിട്ട് ഞാനിങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. തലയിൽ സർജറി കഴിഞ്ഞതാ, കാലുമ്മ സർജറി കഴിഞ്ഞതാ. ഞാൻ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ മുമ്പിലിരിക്കുന്ന ഒരു വല്യമ്മ, ഒരു CC അടഞ്ഞ് തീരാറായ ഒരു സാധനം, ചട്ടയും മുണ്ടെടുത്തക്കടെ എന്നെ നോക്കിയിട്ട്, ഞാൻ ഇത്രയും പറഞ്ഞപ്പോൾ നെറുകന്തല തൊട്ട് കാൽപാദം വരെ സർജറി കഴിഞ്ഞാന്ന് പറഞ്ഞപ്പോൾ ഈ മുമ്പിലിരിക്കണ വല്യമ്മ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ കാണിക്കുക. ഓ, ഇപ്പം ഞാൻ മുമ്പിലിരിക്കണോണ്ട് ഞാൻ ചോദിച്ചു, എന്തിയേ ഇപ്പം ഈ സാധനം എന്നോട് പറയാ, എൻ്റെ പൊന്നച്ച ആകെ ഒരു പ്രതീക്ഷയോട് കൂടെയാ ഈ കൺവെൻഷന് വന്നേ. ഇപ്പൊ പ്രസംഗിക്കാൻ വന്നേക്കണ അച്ഛൻ ഞങ്ങളെക്കാളും തീരാരോഗ്യാണല്ലോ കർത്താവ്. ഞാൻ എന്തിനിത് പറഞ്ഞതറിയോ? ഞാൻ എന്നിട്ട് ഈ അമ്മച്ചിയോട് പറഞ്ഞൊരു ഡയലോഗുണ്ട്, അമ്മച്ചിയെ എൻ്റെ അസുഖങ്ങൾ പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ വന്നേ, ഈ അസുഖത്തിലൊക്കെ എന്നെ കാത്ത ദൈവത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നേ. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് തന്നെയാ, എന്തൊക്കെ ജീവിതത്തിൽ സംഭവിച്ചാലും എൻ്റെ മക്കളെ, നിന്നെ കാക്കുന്ന, കേൾക്കുന്ന, അനുഗ്രഹിക്കുന്ന, ഒരിക്കലും കൈവിടാത്തൊരു ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് നീ വിശ്വസിക്കുക. പലതരം ഉയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരൊക്കെ നിന്നെ എതിർത്താലും നിന്നെ ഒരിക്കലും തള്ളിക്കളയാത്ത,
ആരൊക്കെ നിന്നെ പരിഹസിച്ചാലും നിന്നെ ഒരിക്കലും പരിഹസിക്കാത്ത, ആരൊക്കെ നിന്നെ വേണ്ടെന്ന് പറഞ്ഞാലും നിന്നെ ഒരിക്കലും വേണ്ട എന്ന് പറയാത്ത ഒരു ദൈവം നിനക്കുണ്ട്. നീ അത് വിശ്വസിക്കുക. അപ്പോഴേ നിന്റെ ജീവിതത്തിൽ മഹത്വം ഉണ്ടാകുക, അനുഗ്രഹം ഉണ്ടാകുക. നീ ഈ ലോകത്തുള്ള വസ്തുക്കളിലൊന്നും നിന്റെ സ്നേഹമോ നിന്റെ സന്തോഷമോ കൊടുത്തിട്ടൊന്നും കാര്യമില്ല. നീ എന്നോട് പലരും ചോദിക്കാറുണ്ട്, ജിനോച്ചൻ എങ്ങനെ ചിരിക്കാൻ പറ്റണം, ഇത്രയൊക്കെ സങ്കടം വിഷമൊക്കെ ഉണ്ടായിട്ട് ഞാൻ എന്തോരം മരുന്ന് കഴിക്കണമെന്ന് അറിയോ, ഈ മരുന്നിനൊക്കെ ഇടയിൽ അച്ഛൻ എങ്ങനെ ചിരിക്കാൻ പറ്റണേ? ഞാൻ പറയും, എൻ്റെ ദൈവം ഉണ്ടെന്നേ. ഞാനെന്തിനാ വിഷമിക്കണേ? എൻ്റെ ദൈവം ഉണ്ട് എൻ്റെ കൂടെ. ഞാനെന്തിനാ സങ്കടപ്പെടണേ? എൻ്റെ ദൈവം ഉണ്ട് എൻ്റെ കൂടെ. ഞാനെന്തിനാ എല്ലാ ദിവസവും കരയണേ? എൻ്റെ ദൈവം ഉണ്ടെന്നേ. ആ ദൈവം എന്നെ നോക്കിക്കോളും. നമ്മളെന്തിനാ ഇത്രയും ടെൻഷൻ? അവൻ നോക്കിക്കോളുന്നേ. അവൻ്റെ കയ്യിൽ ഒന്നിനും കുറവില്ലെന്നേ. വിശ്വസിക്കണത്. അതുകൊണ്ടല്ലേ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 11-ാം അധ്യായം 40-ാം തിരുവചനത്തിൽ നമ്മൾ പറയണേ, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. നീ വിശ്വസിക്കും നിന്റെ ദൈവത്തില്. എന്തൊക്കെ ദുരിതം വന്നോട്ടെ. നമ്മുടെ ഒരു കുഴപ്പമെന്നറിയോ, ഒരു അസുഖം വന്നു, ദുരിതം വന്നു, നമ്മൾ അതിലേക്ക് നോക്കിക്കൊണ്ടിരിക്കണേ. നീ ദൈവത്തിലേക്ക് നോക്ക്. നിന്റെ പ്രശ്നങ്ങൾ വലുതാ, പക്ഷെ ആ പ്രശ്നങ്ങളെക്കാളും വലിയൊരു ദൈവം നിന്റെ മുമ്പിലുണ്ടെന്ന് നീ ചിന്തിക്ക്. അപ്പോഴാ നിന്റെ ജീവിതത്തിന് മഹത്വം ഉണ്ടാവണേ, അനുഗ്രഹം ഉണ്ടാവണേ, ദൈവത്തിന്റെ കൃപയുണ്ടാവണേ. കേട്ടോ കേട്ടോ? ചെവിയുള്ളവൻ എല്ലാവർക്കും എന്തുണ്ട്? ചെവി ഉണ്ടാകട്ടെ. ഇരുന്ന് മടുത്തോ? ബോറടിക്കണ്ടോ? അറിയോ? ഓക്കെ. എല്ലാത്തിൻ്റെ കണ്ണിങ്ങനെ പൊളിഞ്ഞിരിപ്പുണ്ട് കേട്ടോ. അത് കാണുമ്പോൾ തന്നെ സന്തോഷം. ഒന്ന് എഴുന്നേറ്റ് നിൽക്കണോ? കുറേ നേരമായാലും ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഓൾ ഓഫ് യു സ്റ്റാൻഡ് അപ്പ്. അങ്ങോട്ട് പൊന്തട്ടെ. അങ്ങോട്ട് ഉപ്പുറ്റി ഒന്ന് പൊക്കിയേ, ജസ്റ്റ് ഒന്ന് പൊക്കിയേ. ഉപ്പുറ്റി ഒന്ന് പൊക്കിയേ, ഉപ്പുറ്റി ഒന്ന് പൊക്കിയേ, ജസ്റ്റ് ഒന്ന് പൊക്ക് ഉപ്പുറ്റി. ആ, ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, CC അടഞ്ഞ തീരാറായി ഇവർ പൊക്കണ്ട. നിങ്ങളുടെ പ്രായം നിങ്ങൾ നോക്കുക. വില്ലോടത്തും പൊക്കി മൂക്കും കുത്തി വീണ ഞാൻ പിടിക്കത്തില്ല. ഉള്ള കാര്യം ഞാനിവിടെ പറയുന്നത് നിങ്ങളുടെ പ്രായം നോക്കി ചെയ്തോളാം. ഉപ്പുറ്റി ഒന്നും കൂടി പൊക്കിയേ. ഈ 2 കൈ ഒന്ന് പൊക്കിയേ. ഉപ്പുറ്റി പൊക്കി, 2 കൈയും പൊക്കി, ഒരു ഹാലലിയ പറഞ്ഞേ. ഉപ്പുറ്റി താത്ത്. കുറേ നേരം പിടിക്കണ്ട. ഉപ്പുറ്റി താത്താനെ പറഞ്ഞോളൂ, കൈ താത്താൻ പറഞ്ഞിട്ടില്ല. ഉപ്പുറ്റി പൊക്കി, 2 കൈയും പൊക്കി, ഒരു ഹാലലിയ പറഞ്ഞേ. ഒന്നുകൂടി പറഞ്ഞേ, ഒന്നുകൂടി പറഞ്ഞേ, ഒന്നുകൂടി പറഞ്ഞേ. നമ്മൾ എന്തൊക്കെയാലും ഒരു കുടുംബമല്ലേ. സൈഡിലുള്ളവൻ്റെ കൈ ഒന്ന് പിടിച്ചേ. സൈഡിലുണ്ട കൈ പിടിച്ചേ. സൈഡിലുണ്ട കൈ പിടിക്കുക. സൈഡിലുള്ളവൻ്റെ കൈ പിടിക്കാൻ. ഓ എൻ്റെ കർത്താവേ, സ്വന്തം കൈ പിടിക്കില്ല, അപ്പുറത്തവൻ്റെ കൈ പിടിക്കി. ഞാനൊന്ന് പൊക്കി പിടിച്ചേ. നമ്മൾ ഒന്നിച്ച് പൊക്കി പിടിക്കും, ഭയങ്കര ശക്തിയാന്നേ. ഇങ്ങനൊരു കാലം ആ ഉപ്പുറ്റി ഒന്നിച്ചൊന്ന് പൊക്കിയ. നിന്റെ അവൻ പൊന്തിയില്ലെങ്കിൽ അവനെ പിടിച്ച് പൊക്കിയിട്ടൊരു ഹാലുവി പറഞ്ഞേ. ഒന്നുകൂടി, 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 ഒന്നുകൂടി. ഈശോയെ എന്ന് വിളിച്ചേ. ഒന്നുകൂടി വിളിച്ചേ. ഒന്നുകൂടി വിളിച്ചേ. പ്രശ്നമായോ? അറിയോ? ഓക്കെ ആയിരിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം, സുമേച്ചിയെ വചനം വായിക്കണ്ടേ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 31-ാം തിരുവചനം. തോമസ് എണ്ണയിലും വെച്ചാൽ മതി. ആ യെസ്, യെസ്. എന്താണ് ആ വചനം? വീട്ടിൽ പോയിട്ടൊന്ന് വായിക്കണം കേട്ടോ. യെശയ്യാ 40:31 എന്താണ് പറഞ്ഞു വയ്ക്കുക? ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിക്കും കേട്ടോ. ദൈവത്തിൽ ആശ്രയിക്കുന്നവൻ എപ്പോഴും ശക്തി പ്രാപിച്ചുകൊണ്ടിരിക്കും. അവർ പരുന്തിനെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയില്ല. ദൈവം കൂടെയുള്ള മനുഷ്യന് ഒരിക്കലും തളർച്ച ഉണ്ടാവില്ല. കാരണം അവൻ്റെ ആയുധവും അവൻ്റെ ബലവും ദൈവ. വിശുദ്ധ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 31-ാം തിരുവചനം ഒന്ന് വായിക്കാമോ? റോമർ 8:31. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ സാധനം
അല്ലെങ്കിൽ ഈ സൗണ്ടേ തോമസാണ്ട സമ്മതിക്കണോ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞാൽ എനിക്കൊക്കെ പറ്റില്ല. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാ നിങ്ങളെല്ലാവരും കേൾക്കണില്ലേ? ആ കണ്ടോ, അതാണ് ആ ശബ്ദത്തിൻ്റെ പ്രത്യേകത. ദൈവം അനുഗ്രഹിച്ചൊരു ശബ്ദമാണ് കേട്ടോ. ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമ്മുടെ ഇതിന് നിൽക്കും. അപ്പൊ ജീവിതത്തില് നീ ദൈവത്തിൻ്റെ കൂടെയാണോ? നീ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? നീ ദൈവത്തെ ചേർത്ത് പിടിക്കുന്ന വ്യക്തിയാണോ? നീ പേടിക്കേണ്ടതേ. നിങ്ങളൊന്ന് ചിന്തിച്ചോക്കെ, ഇവിടെ വെള്ളപ്പൊക്കം ഇവിടെ വന്നില്ലേ? വെള്ളപ്പൊക്കം വന്നില്ലേ? വീട്ടിലൊക്കെ വെള്ളം കയറിയോ? ഇല്ലേ? 2018 വെള്ളപ്പൊക്കം വന്നോന്ന്? വന്നില്ല, വന്നു. ഓക്കെ, സന്തോഷമായി. എനിക്കത് വന്നു എന്ന് കേൾക്കുമ്പോഴൊരു സന്തോഷം. കാരണം ഞങ്ങളുടെ ഭാഗത്തൊക്കെ വന്നതാ. ഈ കൊല്ലം ഭാഗത്തൊക്കെ ചെന്നാൽ അവർ പറയും വന്നിട്ടില്ല എന്ന് പറയും. അച്ചോ ഇവിടെ വെള്ളപ്പൊക്കമൊന്നും വന്നിട്ടില്ല. അപ്പോൾ എനിക്ക് ദൈവത്തോട് വല്ലാത്തൊരു പരിഭവമായിരുന്നു. കാരണം കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം. ഇത് കുറച്ച് പേർക്ക് കൊടുത്തു, കുറച്ച് പേർക്ക് കൊടുത്തില്ല. ആ പരിപാടി പറ്റത്തില്ല. ഞാൻ കർത്താവിനോട് പലപ്പോഴും പരാതി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പലപ്പോഴും കൊല്ലത്തൊക്കെ ചെല്ലുമ്പോൾ അവരോട് പറയും, ഏതെങ്കിലും പ്രശ്നം ഉണ്ടായി വെള്ളപ്പൊക്കം വരാൻ ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കും. കാരണം അനുഭവിക്കണം, എന്നാലേ മനസ്സിലാവുള്ളൂ. ഞങ്ങളുടെയൊക്കെ പള്ളിയിൽ വെള്ളം കയറിപ്പോയതാ, അതുകൊണ്ട് പറഞ്ഞതാ കേട്ടോ. ഇവിടെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. എന്നാൽ അത്രയും ഉണ്ടായില്ല, അത്യാവശ്യം ഉണ്ടായുള്ളൂ. മുല്ലപ്പെരിയാർ പൊട്ടിയ പ്രശ്നം ഉണ്ടാവോ? ഒന്ന് പ്രാർത്ഥിക്കാന്ന് വെച്ചിട്ടാ. ചില ദുരിതങ്ങളെ നമ്മളെ പഠിപ്പിക്കുക. ദൈവം ഉണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ചില ദുരിതങ്ങളാ. കോവിഡ് വന്നില്ലേ? വന്നു. ചിന്തിച്ചു നോക്കി. ചില ദുരിതങ്ങൾ നമ്മളെ പഠിപ്പിക്കും പല കാര്യങ്ങളും. പല സങ്കടങ്ങൾ നമ്മളെ പഠിപ്പിക്കും പലതും. ഞാൻ എപ്പോഴും പറയും, സന്തോഷങ്ങൾ പലതും നമ്മളൊന്നും പഠിപ്പിക്കണില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കിക്കോ, സന്തോഷങ്ങൾ പലതും നമ്മളെ ഒന്നും പഠിപ്പിക്കണില്ല. പക്ഷേ ദുഃഖങ്ങളാ പലതും നമ്മളെ പഠിപ്പിക്കുക. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോയിൽ പറഞ്ഞൊരു കാര്യമാണ്, ദുഃഖങ്ങളാ നമ്മളെ പലതും പഠിപ്പിക്കുക. കാരണം ആരൊക്കെ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമ്മളെ പഠിപ്പിക്കുന്നത് ഏതാ? നമ്മുടെ ദുഃഖങ്ങളാ കേട്ടോ, നമ്മുടെ ദുഃഖങ്ങളാ. അതുകൊണ്ട് ദുഃഖങ്ങളെ സ്നേഹിക്കണമെന്ന് ഞാൻ പറയും എപ്പോഴും. ദുഃഖങ്ങളെ സ്നേഹിക്കണം. അപ്പോൾ ജീവിതത്തിൽ എന്തൊക്കെ വന്നാലും ചിന്തിച്ചു കൊള്ളണം, എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ട്, അവൻ എന്നെ നോക്കിക്കോളും. ആരൊക്കെ എന്നെ തള്ളിക്കളഞ്ഞാലും, ആരൊക്കെ എന്നെ ഉപേക്ഷിച്ചാലും, ആരൊക്കെ എന്നെ വേണ്ടെന്ന് പറഞ്ഞാലും എൻ്റെ ദൈവത്തിന് എന്നെ വേണം. അത്രയും ചിന്തിക്കാൻ പഠിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ജിനുവച്ച അച്ഛൻ പറയുന്നതൊക്കെ സമ്മതിക്കണോ? അച്ഛൻ പറയുന്നതൊക്കെ ശരി, എല്ലാ കാര്യങ്ങളും ശരി. അച്ഛോ ഞങ്ങളൊരു കാര്യം ചോദിച്ചോട്ടെ, അച്ഛൻ ഈ പറയുന്നതൊക്കെ സമ്മതിക്കണം. ഞാനതാണ് പ്രത്യേകിച്ചൊന്ന് കാര്യം. ഈ നോമ്പിൻ്റെ കാലഘട്ടത്തിൽ ഈ കൂടെയുള്ള ദൈവം, ആ ദൈവത്തെ ചേർത്ത് വെച്ചിട്ടൊരു കാര്യം കൂടി പറയാനാണ് അച്ഛൻ ആഗ്രഹിക്കുക. നിങ്ങൾ പലരോട് ചോദിക്കുക, അച്ഛാ ഈ കൂടെയുള്ള ദൈവം ഞങ്ങൾ പിന്നെ പ്രാർത്ഥിക്കുമ്പോൾ പിന്നെ എന്ത് തരാത്ത പല കാര്യങ്ങളും? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇനി ചോദ്യമാണ് കേട്ടോ. എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരവുണ്ടോ? ഉച്ചത്തി പറ. ഉത്തരം ഉണ്ടെന്നുള്ളവരെ കൈവയ്ക്കേ, ഉത്തരം ഇല്ല എന്നുള്ളൊരു കൈവയ്ക്കേ. അതെ, രണ്ടും ഘട്ടങ്ങൾ കുറേ ഉണ്ട് കേട്ടോ. ഞാൻ പറയാ, എല്ലാ പ്രാർത്ഥനയ്ക്കും ഉത്തരമുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല ഉത്തരം. അതാണ് ഏറ്റവും വലിയ കാര്യം കേട്ടോ. നമ്മൾ വിചാരിക്കുന്നതായിരിക്കില്ല ഉത്തരം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മളെ കുഴപ്പമെന്നറിയോ? നമ്മൾ പ്രാർത്ഥിച്ചോ കിട്ടിയില്ല, നമ്മൾ വിചാരിക്കാം ദൈവമേ പ്രാർത്ഥനയ്ക്ക് ഉത്തരവില്ല. തെറ്റ്. നമ്മൾ വിചാരിക്കുന്നതായിരിക്കണമെന്നില്ലേ ദൈവത്തിൻ്റെ ഉത്തരം. അവിടെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം. ഞാനത് എൻ്റെ യൂട്യൂബിലൊക്കെ പറഞ്ഞിട്ടുള്ളൊരു ഒരു ഇതുണ്ട്, ഒരു പെൺകൊച്ചിൻ്റെ വിഷമം. ഞാനത് പറഞ്ഞിട്ടുണ്ട്, കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും. കുറച്ച് നാൾക്ക് മുമ്പ് ഒരു പെൺകൊച്ച് എന്നെ ഫോൺ വിളിക്കുക. അപ്പോൾ ഈ തിരുനാൾ ഒരു കൺവെൻഷനൊക്കെ കഴിഞ്ഞ് ഒരു 9:30 മണി കഴിഞ്ഞിട്ട് എൻ്റെ പള്ളിയിലേക്ക് ഞാൻ പോകാം, ഇതുപോലെ കാർ ഓടിച്ച്. അപ്പോൾ ഞാൻ കാറിൽ കയറി, എനിക്കൊരു കോള് വന്നു. സാധാരണ അങ്ങനെ കോളൊന്നും എടുക്കാത്തൊരു മനുഷ്യനെ ഞാൻ. പക്ഷെ പെട്ടെന്ന് ഞാൻ ചിന്തിച്ചു, ദൈവമേ രാത്രിയാണല്ലോ, ആരുടെങ്കിലും വർത്താനം പറഞ്ഞാൽ ഉറക്കൊന്നും കാണ്ട് പോകാൻ പറ്റൂല, എന്നാൽ കോൾ എടുത്തേക്കാം. കോള് വന്നു, അറ്റൻഡ് ചെയ്തു. ആരാന്നറിയാൻ പാടില്ല. എടുത്ത വഴിക്ക് ഒരു പെൺകൊച്ചാന്ന് മനസ്സിലായി. പെൺകൊച്ച് എടുത്ത വഴിക്ക് പറയാ, അച്ഛാ ഞാൻ ചാവാൻ പോവാ, അച്ഛാ ഞാൻ ചാവാൻ പോവാ. ഞാൻ പറഞ്ഞു, പൊന്നു കൊച്ച നീ ഇപ്പം ചാവണ്ട, പിന്നീട് എപ്പോഴെങ്കിലും ചത്തോ? അവൾ പറഞ്ഞു, ഇല്ല അച്ഛോ എനിക്കിപ്പോൾ ചാവണം. ഞാൻ പറഞ്ഞു, പൊന്നുമോളെ അച്ഛൻ ഒന്നാമത് വണ്ടി ഓടിക്കുക, അതുകൊണ്ട് നീ ഇപ്പം ചാവണ്ട, പിന്നീട് എപ്പോഴെങ്കിലും ചത്തോ? ഇല്ല അച്ഛോ എനിക്കിപ്പോൾ ചാവണം. ഞാൻ പറഞ്ഞു, എന്തിയേ? അപ്പോൾ അവൾ എടുത്ത വഴിക്ക് പറഞ്ഞു, അച്ഛോ അവൻ എന്നെ പറ്റിച്ചു. ഞാൻ പറഞ്ഞു, പൊന്നുമോളെ എനിക്കാണെങ്കിൽ ഈ കേസ് കേൾക്കാനും വലിയ താല്പര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞു, പൊന്നുമോളെ അച്ഛൻ ഒന്നാമത് വണ്ടി ഓടിക്കുക, അതുകൊണ്ട് അച്ഛന് കോൺസെൻട്രേഷൻ ഒന്നും കിട്ടില്ല, മോള് പിന്നീട് എപ്പോഴെങ്കിലും വിളിക്ക്. ഇല്ല അച്ഛോ എനിക്ക് അച്ഛനോട് സംസാരിക്കണം, അല്ലെങ്കിൽ ഞാൻ മരിക്കച്ചോ. ഞാൻ പറഞ്ഞു, പൊന്നുമോളെ അച്ഛൻ വണ്ടി ഓടിക്കാടി, നീ പറയണതൊന്നും അച്ഛനെ ശ്രദ്ധിക്കാൻ പറ്റില്ലടി, നീ പിന്നീട് എപ്പോഴെങ്കിലും വിളിക്ക്. അവൾ പറഞ്ഞു, ഇല്ല അച്ഛോ എനിക്ക് അച്ഛനോട് മിണ്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ മരിക്കും. ഞാൻ പറഞ്ഞു, പൊന്നുമോളെ നീ ഒന്ന് മനസ്സിലാക്കുക, അച്ഛൻ വണ്ടി ഓടിക്കാടി, അച്ഛനൊന്നും പറയാൻ പറ്റത്തില്ല. വേണ്ടച്ചോ അച്ഛൻ കേട്ടാ മതി.
ഓ എന്നാ പറയ്. ഞാൻ പറഞ്ഞു എന്നാ പറയ്. എന്നോട് പറഞ്ഞു തുടങ്ങി. അച്ഛോ ഞാൻ ഷോർട്ടാക്കി പറയാം. അച്ചോ 8 വർഷം സ്നേഹിച്ചത് അച്ചോ, വീട്ടുകാരൊക്കെ അറേഞ്ച് ചെയ്ത് അച്ചോ, എല്ലാവരും അറിഞ്ഞു വെച്ചോ, വീട്ടുകാരെല്ലാവരും കൂടി കല്യാണം നടത്തി തരാൻ വന്നു കഴിഞ്ഞപ്പോ ഇപ്പൊ അവൻ എന്നെ വേണ്ട. ഞാൻ പറഞ്ഞു വണ്ടി ഓടിക്കുന്നതിനിടയിൽ അവളൊന്ന് ആശ്വസിപ്പിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, പോട്ടടി മോളെ വിട്ടുകളയിടി, പ്രാർത്ഥിക്കടി, ദൈവം നിനക്ക് വേണ്ടത് തരൂടി. അവൾ പറഞ്ഞു ഇല്ലച്ചോ, ഇല്ല ദൈവം തരില്ലച്ചോ, പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ലച്ചോ, ദൈവത്തെ വിളിച്ചിട്ട് കാര്യമില്ലച്ചോ. ഞാൻ പറഞ്ഞു പോട്ടടി മോളെ വിട്ടുകളയിടി, പ്രാർത്ഥിക്കടി, ദൈവം നിനക്ക് വേണ്ടത് തരൂടി. അവൾ പറഞ്ഞു ഇല്ലച്ചോ, ഇല്ല ഞാൻ പള്ളി പോണ്ട്, പ്രാർത്ഥിക്കണ്ട്, വചനം വായിക്കണ്ട്, ഉപവാസം എടുക്കണ്ട്, എല്ലാം ഇവന് വേണ്ടി അച്ചോ, ഇവനെ കിട്ടാൻ വേണ്ടിയിട്ടച്ചോ. ഞാൻ പറഞ്ഞു പോട്ടടി മോളെ വിട്ടുകളയിടി, പ്രാർത്ഥിക്കടി, ദൈവം നിനക്ക് വേണ്ടത് തരൂടി. അവൾ പറഞ്ഞു ഇല്ലച്ചോ, ഇല്ല എൻ്റെ ജീവിതം നരകാണച്ചോ, എന്തിയച്ചോ ദൈവം കാണാത്തെ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്തെ, എന്തിയച്ചോ ദൈവം ഇടപെടാത്തെ. ഞാൻ പറഞ്ഞു പോട്ടടി മോളെ വിട്ടുകളയിടി, പ്രാർത്ഥിക്കടി, ദൈവം നിനക്ക് വേണ്ടത് തരൂടി. അവൾ പറഞ്ഞു ഇല്ലച്ചോ, ഇല്ല അവൻ സന്തോഷിച്ച ജീവിക്കണേ, ഞാൻ മാത്രമാണോ ഇങ്ങനെ നരകതുല്യം ജീവിക്കണേ, എന്തിനച്ചോ എൻ്റെ ജീവിതം ഇങ്ങനെ നരകതുല്യാക്കണേ. ഞാൻ പറഞ്ഞു പോട്ടടി മോളെ വിട്ടുകളയിടി, പ്രാർത്ഥിക്കടി, ദൈവം നിനക്ക് വേണ്ടത് തരൂടി. 9:30 മണി തൊട്ട് 11:30 മണി വരെ ഈ സാധനത്തിൻ്റെ അടുത്ത് ഞാൻ ഇതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണേ. പോട്ടടി മോളെ വിട്ടുകളയിടി, പ്രാർത്ഥിക്കടി, ദൈവം നിനക്ക് വേണ്ടത് തരൂടി. 11:30 മണിയായിപ്പിക്കുക എൻ്റെ പള്ളിയിൽ ഞാൻ ചെന്നപ്പോൾ ഞാൻ ചോദിച്ചു, എടിയേ പള്ളി എത്തി, നിന്റെ തീരുമാനം തൊട്ടാ ഞാൻ ചാവാൻ പോവാ, വെച്ചോ പോയി ചത്തോ. 2 മണിക്കൂർ കൂടുതലൊക്കെ എങ്ങനെ പറഞ്ഞു കൊടുക്കാൻ പറ്റുക? പറഞ്ഞ വഴി ഫോൺ വെച്ചു. പിറ്റേ ദിവസം പക്ഷെ ഞാൻ രാവിലെ കേൾക്കുന്ന വാർത്തയും തൊട്ടാന്നറിയോ, ഇതിനൊരു അമ്മ മാത്രമേ ഉള്ളൂ, ഒറ്റ മോളാ. അപ്പം നേരത്തെ മരിച്ചു പോയതാ. ഇതിൻ്റെ വീട്ടിലെ ഈ ഒരു ചെറിയ വീടാ, ഇതിൻ്റെ വീട്ടിലെ പണ്ടത്തെ വീടാ. അപ്പം നമുക്കറിയാം പണ്ടത്തെ വീടിൻ്റെ വാതിലിൻ്റെ മുകളിൽ ചെറിയൊരു ആർച്ചൊക്കെ ഉണ്ടാവും. ഇതിൻ്റെ വീട്ടിലെ സ്വന്തം മുറിയിൽ അങ്ങോട്ട് അതിരാവിലെ സ്വന്തം ഫാനിൽ ഒരു ഷാൾ അങ്ങോട്ട് ഹുക്കിട്ട് അങ്ങോട്ട് തൂങ്ങി, അങ്ങോട്ട് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു. തൂങ്ങി ഒരു മേശമേ കയറി നിന്ന് തൂങ്ങിയേ, മേശ മറിഞ്ഞു വീണ ശബ്ദം കേട്ട് അമ്മ ഓടിച്ചു നോക്കുമ്പോൾ സ്വന്തം കൊച്ചിൻ്റെ മോളിക്കൂടെ നോക്കുമ്പോൾ സ്വന്തം കൊച്ചിങ്ങനെ തൂങ്ങിക്കിടക്ക. അമ്മ വാതിൽ തള്ളി തുറന്ന് അകത്ത് കയറി കൊച്ചിനെ എടുത്തുകൊണ്ട് കൊച്ചിൻ്റെ കാൽക്കൽ ഇങ്ങനെ വട്ടം പിടിച്ചു കഴിഞ്ഞപ്പോഴാണ് കൊച്ചിൻ്റെ ബോധം പോയി. വട്ടം പിടിച്ചിങ്ങനെ പൊക്കി നിർത്തി. അമ്മയ്ക്കാണെങ്കിൽ കഴുത്തിൽ ഹുക്ക് വീണു, കൊച്ചിൻ്റെ ബോധം പോയി, കൊച്ചിന് പൊക്കിയെടുക്കാൻ പറ്റണില്ല. അമ്മ അയൽവക്കക്കാരെ, നാട്ടുകാരെ, വീട്ടുകാരെയൊക്കെ വിളിച്ചു വരുത്തി എല്ലാവരും കൂടി വന്ന് കൊച്ചിനെ ആശുപത്രി കൊണ്ടുപോയി. ആശുപത്രി ചെന്ന് നിങ്ങൾക്കറിയാം ആത്മഹത്യ ശ്രമമാണെങ്കിൽ എന്തെടുക്കും? കേസെടുക്കും. ഇന്നത്തെ കാലത്തിൽ പോലീസ് കേസെടുത്താൽ ഏറ്റവും ആദ്യം പരിശോധിക്കണം തൊട്ടാ ഫോൺ, ഈ പെങ്കൊച്ചിൻ്റെ ഫോൺ. ഈ പെങ്കൊച്ചിൻ്റെ ഫോൺ പരിശോധിച്ച് ഏറ്റവും അവസാനം വിളിച്ചതാരാ? ഞാൻ. നിങ്ങളിരുന്ന് കിളിക്കണു. മനുഷ്യൻ്റെ ജീവിതം പോയ ദിവസാ. എനിക്കൊരു കോള് വന്നു രാവിലെ തന്നെ. അങ്ങനെയാണ് ഞാനിത് അറിയണേ, അല്ലാണ്ട് ഞാനങ്ങനെ അറിയാനാ? എനിക്ക് രാവിലെ ഒരു കോള് വരാ. ട്രൂ കോളർ ഒരു പോലീസുകാരനാണെന്ന് മനസ്സിലായി. വളരെ മാന്യമായിട്ട് ആ പോലീസുകാരൻ എന്നോട് ചോദിച്ചു, ആരടാ നീ? ഞാൻ പറഞ്ഞു ജിനുവച്ചൻ. ഏത് കിനുവച്ചൻ? ഞാൻ പറഞ്ഞു ഈ പ്രസംഗിക്കാനും ധ്യാനിപ്പിക്കാനൊക്കെ പോണ ജിനുവച്ചൻ. അച്ഛനും തൊട്ട് രാത്രി പെൺകുട്ടിയായിട്ട് സല്ലാപം. ഞാൻ പറഞ്ഞു പൊന്നു സാറേ എനിക്കറിയാൻ പാടില്ല ഏത് പെങ്കൊച്ചിൻ്റെ കാര്യമാണ്. ഇന്നലെ രാത്രി അച്ഛൻ വിളിച്ച പെങ്കൊച്ച്. ഞാൻ പറഞ്ഞു സാറേ അത് മരിക്കണമെന്ന് പറഞ്ഞ് വിളിക്കാം. മരിക്കണമെന്ന് പറയാൻ 2 മണിക്കൂറോ? ഞാൻ പറഞ്ഞു സാറേ മരിക്കണമെന്ന് പറയാൻ വേണ്ടി വിളിച്ചതാ. മരിക്കണമെന്ന് പറയാൻ 2 മണിക്കൂറോ? അച്ഛനിവിടെ വരെ വരണം. അച്ഛൻ ആ കൊച്ചിന്ന് രാവിലെ ആത്മഹത്യ ശ്രമിച്ചിട്ട് അബോധാവസ്ഥയിൽ ആശുപത്രി കിടക്കുക, ബോധം വന്നിട്ടില്ല, അച്ഛനിവിടെ വരെ വരണം. ഞാൻ പറഞ്ഞു പൊന്നു സാറേ ഞാൻ വരത്തില്ല, എനിക്കിന്ന് കൺവെൻഷനുള്ളത്, ഞാൻ പോകണം, കൺവെൻഷൻ പോകണം. അച്ഛനിവിടെ വരണം. ഞാൻ പറഞ്ഞു കൺവെൻഷൻ പോകണം. അച്ഛനിവിടെ വരെ വരണം. ഞാൻ പറഞ്ഞു കൺവെൻഷൻ പോകണം സാറേ, ഞാൻ വരത്തില്ല. അവസാനം പുള്ളിനെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു, അച്ചോ ഞങ്ങൾ വോയിസ് റെക്കോർഡ് മുഴുവൻ പരിശോധിക്കൂട്ടാ. സത്യം പറഞ്ഞ ആ നിമിഷത്തിൽ ഞാൻ കുരിശു വരച്ചു, കർത്താവേ കാത്തല്ല. കാരണം എന്താണെന്നറിയോ, സാധാരണ ഇങ്ങനെയുള്ള പെങ്കൊച്ചങ്ങളൊക്കെ എന്തെങ്കിലും അത് വിഷമം കൊണ്ടോ സങ്കടം കൊണ്ടൊക്കെ വിളിച്ചാ ഞാൻ നല്ല മൂഡിലാണെങ്കിൽ പറയുന്നത്, പൊന്നുമോളെ നീ എന്തിനാടി പേടിക്കണേ, അച്ഛനില്ലേടി നിന്റെ കൂട്ടെന്നൊക്കെ പറയുന്ന ടീമാ. വെറുതെ ആശ്വസിപ്പിച്ച് ഞാൻ കൊല്ലും.
വേറെ ഒരു കഫോട്ട് കൊടുക്കും. മോളെന്തിനാടി മേടിക്കണം, അച്ഛനൊക്കെ നിന്റെ കൂടെ ഇല്ലാടി, നീ എന്തിനാടി സങ്കടം പറഞ്ഞെന്നൊക്കെ പറഞ്ഞ ടീമാ. ഞാൻ സത്യം പറഞ്ഞാൽ അപ്പോൾ കുരിശ് വരച്ചു. എൻ്റെ കർത്താവേ, ഞാൻ വേറൊന്നും പറഞ്ഞിട്ടില്ലല്ലോ, ഒറ്റ ഡയലോഗേ പറഞ്ഞിട്ടുള്ളൂ. പോട്ടടി മോളെ വിട്ടുകളി. പ്രാർത്ഥിക്കടി ദൈവം നിനക്ക് വേണ്ടത് തരൂടി. സത്യം പറഞ്ഞ ദൈവത്തിന് മുമ്പിൽ നന്ദി പറഞ്ഞു. സത്യ ഞാൻ പറഞ്ഞു, സാറേ എന്താന്ന് വെച്ചാ പരിശോധിച്ചോ, എന്നിട്ട് വിളിച്ചാൽ മതി. 2-3 മണിക്കൂറിന് ശേഷം പോലീസുകാരനെ തിരിച്ചു വിളിച്ചിട്ട് ആദ്യം പറഞ്ഞു, സോറി ആട്ടോ അച്ചോ, സോറി, റിയലി സോറി അച്ഛാ. ഇപ്പോഴാണ് ഞങ്ങൾ അച്ഛനെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലും വാട്സപ്പിലും യൂട്യൂബിലൊക്കെ തപ്പി നോക്കണേ. എപ്പോഴാണ് മനസ്സിലായി അച്ഛൻ ആരാന്ന്. അച്ഛോ, ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞത് അച്ഛനെ വിഷമമായിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണം അച്ഛാ. ഒരു കാര്യം, അവസാനം കുറേ നേരം സംസാരിച്ചു. ഏറ്റവും അവസാനം ഫോം വിളിക്കാൻ നേരത്ത് ഈ പോലീസുകാരനോട് പറഞ്ഞ ഡയലോഗ് എന്നറിയോ? അച്ഛൻ അവസാനമായിട്ടൊരു കാര്യം പറഞ്ഞോട്ടെ. ഞാൻ സാറ് പറ, അച്ഛൻ സൂക്ഷിക്കണോട്ടോ. ശരിയല്ലേ? പേടിയാണ് ഫോൺ വരുമ്പോൾ. ഇപ്പോൾ കുറച്ചാളുമ്പോൾ ഒരു ചെറുക്കൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചേക്കാ, അച്ഛനോട് വേണ്ടിയിട്ട് എനിക്ക് ചാവണം. അവൻ്റെ മെസ്സേജ് വന്ന വഴി ഞാൻ അവനെ ബ്ലോക്കാക്കി. കാരണം അവൻ മെസ്സേജ് അയച്ചിട്ട് പോയി ചത്ത ഞാൻ നടക്കണ്ട പിന്നാലെ. ഞാൻ പറഞ്ഞത് മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുക. ഒരു നിരാശ, സങ്കടം, വേദന, ചില കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ ദൈവമേ എല്ലാം തീർന്നു. ആ പെങ്കൊച്ചു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാം. ആ പെങ്കൊച്ചു ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു കേട്ടോ. അടുത്ത ഈ നോമ്പ് കഴിയുമ്പോൾ എൻ്റെ കല്യാണ. കഴിഞ്ഞ ദിവസം എന്നെ കാണാൻ വന്നിട്ടുണ്ടായി, അമ്മയും മോളും കൂടി കുണുങ്ങി എൻ്റെ അടുത്ത്. എന്നിട്ട് ചോദിച്ചു, മനസ്സിലായ? ഞാൻ ചോദിച്ചു, നീ ഏതാ? അച്ഛന് ഓർമ്മയില്ലേ? ഞാനില്ല. അച്ഛന് പോലീസ് കേസൊക്കെ വന്നു. ആ ശരി, നമുക്ക് മറക്കാൻ പറ്റുമോ? പേടിയണതേ. എന്നിട്ട് അവസാനം ചോദിച്ചു, നീ എന്തിയാ വന്നേ? കല്യാണം വിളിക്കാൻ വന്നതാ. അപ്പം ഞാൻ, കല്യാണം വിളിക്കാനോ? ആരുടെ കല്യാണം? എൻ്റെ. അവനായിട്ടാണോ? അല്ലച്ചോ. പിന്നെ ആരുടെ ആയിട്ടോ? വേറെയാണ്. ഞാൻ ചോദിച്ചു, അവനെന്തി? എൻ്റെ അച്ഛോ, എത്ര നന്ദി പറഞ്ഞാലും, ദൈവത്തിന് നന്ദി പറഞ്ഞാലും, അച്ഛനെ നന്ദി പറഞ്ഞാലും തീരില്ലട്ടാ. ഞാൻ ചോദിച്ചു, എന്തേടി? എൻ്റെ അച്ഛോ, അവനുണ്ടല്ലോ, എന്നെ കൂടാതെ വേറെ 2 ബന്ധം കൂടി ഉണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ദൈവം എന്നെ രക്ഷിച്ചതാ. എനിക്കന്ന് മനസ്സിലായില്ല അച്ഛോ. നോമ്പ് കഴിയുമ്പോൾ കല്യാണം കെട്ടിക്കാൻ പോവാ ഞാൻ. എന്താകും എന്തോ എനിക്കറിയാൻ പാടില്ല. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമ്മുടെയൊക്കെ ജീവിതത്തിലെ ചില കാര്യങ്ങൾ നടക്കാതിരിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ പഴിക്കും. ദൈവം ഇല്ല, പ്രാർത്ഥന ഇല്ല, വിശ്വാസം ഇല്ല, ബൈബിൾ ഇല്ല. പക്ഷേ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മൾ തന്നെ പറയും, ദൈവമേ അത് കിട്ടാതിരുന്നത് നന്നായി. ചിലതൊക്കെ നടക്കാതിരിക്കുന്നതാ നമ്മുടെയൊക്കെ ജീവിതത്തിന് നല്ലത്. നമുക്കത് മനസ്സിലാവില്ലടോ. വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ ഏതെങ്കിലും ഒരു അപ്പൻ കടന്നു വരാൻ പറ്റുമോ? ഒരു അപ്പൻ ഏതെങ്കിലും അപ്പൻ, ചേട്ടൻ വാ, വേം വാ, ഓടി വാ. ഇതെങ്ങനെ കയറും? സമയമില്ല, വേം വാ. ഏതെങ്കിലും ഒരു അപ്പം കടന്നു വരാൻ പുള്ളി പറഞ്ഞു, ഞാൻ വന്നോളാന്ന് പറഞ്ഞു. സാധാരണ ചിലയിടത്തൊക്കെ ചെന്നാൽ ഒരപ്പനും വരില്ല കേട്ടോ. സുമേച്ചി അമ്മ അയക്കൊന്ന് കൊടുക്കാമോ? ആ കോഡിലെസ് കൊടുത്താലും മതി. അപ്പനാണോ? അപ്പനാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയോ? പറയും. എത്ര പിള്ളേരുണ്ട്? 2 പേര്. മക്കള് പറഞ്ഞതെല്ലാം വാങ്ങിച്ചു കൊടുക്കോ? എല്ലാം വാങ്ങിച്ചു കൊടുക്കത്തില്ല. എല്ലാം വാങ്ങിച്ചു കൊടുക്കത്തില്ല. എന്ത്? എല്ലാം വാങ്ങിച്ചു കൊടുക്കത്തില്ല. ഉറപ്പാണ്? ഉറപ്പാണ്. എന്തേ? ആവശ്യമുള്ളത് മാത്രമേ വാങ്ങിച്ചു കൊടുക്കത്തുള്ളൂ. ആ മക്കളുടെ ആവശ്യം ആരെ തീരുമാനിക്കണേ? നമ്മൾ ചിന്തിക്കുമല്ലോ, അപ്പൻ മക്കളുടെ ആവശ്യം ആരെ തീരുമാനിക്കണേ? അപ്പനാണ്. മക്കളൊരു ആവശ്യം പറയണോ? മക്കൾക്ക് ആവശ്യം ഉണ്ടായതുകൊണ്ടല്ല അവർ ചോദിക്കുന്നേ. പിന്നെ എന്തുകൊണ്ട് അപ്പൻ തീരുമാനിക്കുന്ന കാര്യം? മക്കള് ആവശ്യപ്പെടുന്നതായ കാര്യങ്ങൾ അവർക്ക് ആവശ്യമാണോ നമ്മളോട് ചിന്തിക്കണമല്ലോ. നമ്മൾ കൂടി ചിന്തിക്കണം. അപ്പൊ മക്കളുടെ ആവശ്യം തീരുമാനിക്കുന്നത് ആരാ? അപ്പനാണ്. അതെ. മക്കള് വാശി പിടിക്കുക, ഒരു ചീത്ത കാര്യ, മക്കള് വാശി പിടിക്കുക, കൊടുക്കോ? ഇല്ല. കരയാ, കൊടുക്കോ? ഇല്ല. ഭക്ഷണം കഴിക്കാതിരിക്കുക, കൊടുക്കോ? ഇല്ല. ബെസ്റ്റ് തന്ത. ഞങ്ങളുടെ നാട്ടിലെ തന്താന്ന് പറഞ്ഞാൽ നല്ല അർത്ഥം കേട്ടോ. ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്ത് ചെയ്താലും കൊടുക്കത്തില്ല. പേരുന്നൂട്ടാ സ്റ്റീഫൻ. നിങ്ങൾ പറയും, ഈ സ്റ്റീഫൻ ചേട്ടൻ നല്ല ഏട്ടനാ കേട്ടാ. ഈ സ്റ്റീഫൻ ചേട്ടൻ നല്ല അപ്പനാണോ ചീത്തപ്പനാണോ? മക്കൾക്ക് കൊടുക്കാത്തത് ചീത്തപ്പൻ അല്ല നല്ലപ്പൻ?
നല്ലപ്പൻ. നല്ലപ്പനാണെങ്കിൽ നല്ലൊരു കൈ കൊടുത്തേ. അപ്പം ഈ വർഷത്തെ സ്റ്റീഫൻ ചേട്ടാ, ഈ വർഷത്തെ ബെസ്റ്റ് തന്തയ്ക്കുള്ള അവാർഡ് കേട്ടോ. സ്റ്റീഫൻ ചേട്ടൻ നല്ല അപ്പനാ. കാരണം മക്കൾക്ക് എല്ലാം കൊടുക്കുന്ന അപ്പനല്ല നല്ലപ്പൻ. മക്കൾക്ക് എന്താണോ ആവശ്യം അത് കൊടുക്കുന്ന അപ്പനാ നല്ലപ്പൻ. മക്കളുടെ ആവശ്യം തീരുമാനിക്കുന്ന അപ്പനാ. ഞാൻ പറയും സ്റ്റീഫൻ ചേട്ടൻ നല്ല അപ്പനാ, നല്ലപ്പൻ. കാരണം മക്കളുടെ എല്ലാ ആവശ്യങ്ങളും നിങ്ങൾ ചിന്തിച്ചോക്കെ. സ്റ്റീഫൻ ചേട്ടൻ നല്ല അപ്പനാന്ന് നിങ്ങളെല്ലാവരും സമ്മതിക്കേണ്ടി. ഇവിടെ ഇരിക്കുന്ന എല്ലാ അമ്മമാരും സമ്മതിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ചോക്ക്. സ്റ്റീഫൻ ചേട്ടൻ പൊക്കോ. താങ്ക് യു സ്റ്റീഫൻ ചേട്ടാ. വിളിച്ചപ്പോൾ തന്നെ വന്നല്ലോ. ഒരു നല്ല കൈഡ് കൊടുത്തു വിടാം കേട്ടോ. നിങ്ങളൊന്ന് ചിന്തിച്ചോക്കെ. നമ്മുടെ സ്വർഗത്തിലിരിക്കുന്ന അപ്പൻ നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു തരുമോ? ചില കാര്യങ്ങളൊന്നും തന്നാ നന്നാവില്ലെന്ന് ആർക്കറിയാം? ദൈവത്തിനറിയാം. അതുകൊണ്ട് തരില്ല കേട്ടോ. ജീവിതത്തിൽ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കണ്ണീരോടുത്ത് നിലവിളിക്കുമ്പോൾ നീ ഒരു കാര്യം ചിന്തിച്ചു കൊള്ളാം. ചില കാര്യങ്ങൾ തന്നു കഴിഞ്ഞാൽ എൻ്റെ ജീവിതത്തിന് നല്ലതല്ലെന്ന് ദൈവത്തിനറിയാം. യാക്കോബ് ശ്ലീഹയുടെ പുസ്തകം ഉണ്ടോ? യാക്കോബ് ശ്ലീഹയുടെ പുസ്തകം നിങ്ങൾക്ക് ഉണ്ടോ? 4-ാം അധ്യായം 3-ാം തിരുവചനം ഒന്ന് വായിക്കാമോ? 4-ാം അധ്യായം 3-ാം തിരുവചനം ഒന്ന് വായിക്കാമോ? അതുകൂടി പറഞ്ഞ് ഒരു വചനം കൂടി പറഞ്ഞ് അച്ഛൻ നിർത്താം. തോമസ് ഏട്ടാ ഒന്ന് എഴുന്നേറ്റേ. തോമസ് ഏട്ടാ പുലിയാ, എഴുന്നേറ്റക്ക്. തോമസ് ഏട്ടാ ഒന്നുകൂടി വായിച്ചേ. ചോദിച്ചിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ നിങ്ങൾ തിന്മയായിട്ടുള്ളവ ചോദിക്കുന്നത് കൊണ്ടാണ്. മതി ദൈവം തരാത്തത്. ചില കാര്യങ്ങൾ ദൈവം നമുക്ക് തരാത്തത് നമ്മുടെ ദുരാശകളെ തൃപ്തിപ്പെടുത്താൻ തിന്മയായിട്ടുള്ളത് ചോദിക്കുന്നതുകൊണ്ടാണ് ദൈവം തരാത്ത. കേട്ടോ. അപ്പൊ എല്ലാ കാര്യങ്ങളും തന്നാൽ ശരിയാവില്ലോടോ. അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ തരാത്ത. രണ്ടാമത്തെ ഒരു കാര്യം കൂടി ഉണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഈ നോമ്പ് കാലത്തിൽ ചിന്തിക്കേണ്ട കാര്യമാണ്. ചില കാര്യങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുക ദൈവത്തിന് മുമ്പിൽ. ദൈവമേ, എൻ്റെ കടബാധ്യത മാറണം, എൻ്റെ രോഗം മാറണം, എൻ്റെ ബുദ്ധിമുട്ട് മാറണം, എൻ്റെ മക്കൾ രക്ഷപ്പെടണം, എൻ്റെ കുടുംബത്തിൽ തടസ്സങ്ങൾ മാറണം, അസ്വസ്ഥതകൾ മാറണം എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കാര്യം കൂടി ചിന്തിച്ചോ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം 1-2 തിരുവചനങ്ങൾ ഒന്ന് എടുക്കാമോ? സാധിക്കുന്നവരൊക്കെ പറ്റുമെങ്കിൽ. തോമസ് ഏട്ടാ ഒറ്റ മിനിറ്റ് തോമസ് ഏട്ടാ. പറ്റുമെങ്കിൽ എല്ലാവരും ഈ വീട്ടിൽ പോയിട്ട് ഈ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 59-ാം അധ്യായം ഒന്ന് വായിക്കണം കേട്ടോ. വളരെ ശക്തി ഉണ്ട് ആ അധ്യായത്തിന്. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം നമ്മളോട് പറയുന്ന കാര്യങ്ങളാ. തോമസ് ഏട്ടാ എഴുന്നേറ്റുന്നോ? വാ വായിക്കി. മതി, ഒരു മിനിറ്റ്. കർത്താവ് പറയാ, യെശയ്യാ പ്രവാചകനിലൂടെ പറയാ, രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. പത്രോസേ, മേരിക്കുട്ടിയെ, ലൂസിക്കുട്ടിയെ, ജെസിയെ, ദേവസി, പൗലോസേ, ജോസഫേ, കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല. അടുത്ത വചനം. കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. കർത്താവ് പറയാ, കർത്താവിന്റെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാ നമ്മൾ പല പ്രാർത്ഥനകളും പറഞ്ഞിട്ട് ദൈവം കേൾക്കാത്ത? ദൈവോത്തരമുണ്ട്, വായിച്ചോ. അടുത്ത വചനം കൂടി. നിന്റെ അകൃത്യങ്ങളത്രേ, നിന്റെ പാപങ്ങളത്രേ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നത്. നിന്റെ പാപങ്ങളത്രേ അവിടുത്തെ മുഖം നിന്നിൽ നിന്ന് മറച്ചിരിക്കുന്നത്. പലപ്പോഴും നീ പ്രാർത്ഥിക്കുമ്പോൾ ഓർത്തോളം, നിന്റെ മനസ്സ് ശുദ്ധമല്ലെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്കും ഉത്തരം ഉണ്ടാവില്ല. സ്വന്തം അപ്പനമ്മേനെ നോക്കാത്തവൻ കർത്താവിൻ്റെ മുമ്പിൽ വന്ന് കർത്താവിൻ്റെ കടബാധ്യത മാറ്റിത്തന്നെന്ന് പറഞ്ഞാൽ നടക്കുമോ? സ്വന്തം ജീവിത പങ്കാളിയെ സ്നേഹിക്കാത്തവൻ വന്ന് കർത്താവെ രക്ഷിക്കണേന്ന് പറഞ്ഞാൽ നടക്കുമോ? ചിന്തിച്ചു നോക്ക്. സ്നേഹം നിറഞ്ഞവരെ, ഈ നോമ്പ് കാലത്തിൽ അച്ഛൻ നിർത്തുക. ഒറ്റ കാര്യം ഓർത്താൽ മതി. എന്നെ രക്ഷിക്കുന്നൊരു ദൈവമുണ്ട്. ആരൊക്കെ ഉപേക്ഷിച്ചാലും എന്നെ ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട്. എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്നൊരു ദൈവമുണ്ട്. പക്ഷെ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ നീ നിൽക്കുമ്പോൾ ഒറ്റ കാര്യം ചിന്തിച്ചോളണം. ഇത് ശുദ്ധമാണോ എന്ന്. ഇത് ഈ മനസ്സ് അത് ശുദ്ധമാണെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്കും നിന്റെ ജീവിതത്തിന് നല്ലതാണേ, അത് നടന്നിരിക്കും കേട്ടോ. വളരെ ഉയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി,
യേശുവേ സ്തുതി, യേശുവേ ആരാധന. താങ്ക് യു ഇത്ര നേരം കേട്ടതിനും വിളിച്ചതിനും കേട്ടോ.